ഫ്രണ്ട്സ്, വെൽക്കം ടു CC പ്ലസ്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് +1 ബയോളജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന ചാപ്റ്ററുമായിട്ടാണ്. ഈ ചാപ്റ്റർ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കിയാലും അതുപോലെ തന്നെ എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിയാലും വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. പലപ്പോഴും കുട്ടികൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആയിട്ട് കണ്ടിട്ടുണ്ട് മോർഫോളജി പഠിച്ചെടുക്കാൻ വേണ്ടി. പക്ഷെ അത്ര ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു പോർഷൻ പഠിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? എല്ലാവരും ജോയിൻ ചെയ്യൂ. സോ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. എന്താണ് മോർഫോളജി? Morphology is the branch of biological science that deals with the study of form, size, color, structure and relative position of various parts of organisms. Morphology എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സിൻ്റെ അല്ലെങ്കിൽ ആനിമൽസിൻ്റെ ഫോം, സൈസ്, കളർ, സ്ട്രക്ചർ എന്നിവയെക്കുറിച്ചുള്ള സ്റ്റഡിയാണ്. സോ ഇത് വന്നിരിക്കുന്നത് മോർഫ് ആൻഡ് ലോഗോസ് എന്ന രണ്ട് വാക്കുകൾ ചേർന്നിട്ടാണ്. മോർഫ് മീൻസ് ഫോം ആൻഡ് ലോഗോസ് മീൻസ് സ്റ്റഡി. സോ മോർഫോളജി എന്ന വാക്ക് വന്നിരിക്കുന്നത് മോർഫ് മീനിങ് ഫോം ആൻഡ് ലോഗോസ് മീനിങ് സ്റ്റഡി. അപ്പം എന്താണ് മോർഫോളജി എന്ന ഈ ഒരു പഠനശാഖയുടെ ഒരു ഇമ്പോർട്ടൻസ് നോക്കാം. ഇതൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞു വെച്ചാൽ മതി. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ബട്ട് സ്റ്റിൽ യു ഹാവ് ടു നോ ഇറ്റ്. സോ നോളജ് ഓഫ് മോർഫോളജി ഇസ് എസെൻഷ്യൽ ഫോർ റെക്കഗ്നിഷൻ ഓർ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പ്ലാന്റ്സ്. ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്. അപ്പം ഇവയെ ഐഡൻറ്റിഫൈ ചെയ്യണം, ഫാമിലി ആയിട്ട് തിരിക്കണം, സബ് ഫാമിലീസ് ആയിട്ട് തിരിക്കണം. അപ്പം അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ മനസ്സിലാക്കി അതിനെ ഫാമിലീസും സബ് ഫാമിലീസും ഒക്കെ ആയി തിരിക്കുന്നതിനായി അവയെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതൊക്കെ ഈ മോർഫോളജി പഠനശാഖയിൽ വരുന്നതാണ്. ആൻഡ് ഇറ്റ് ഗീവ്സ് ഇൻഫർമേഷൻ അബൌട്ട് ദ റേഞ്ച് ഓഫ് വേരിയേഷൻസ് ഫൗണ്ട് ഇൻ സ്പീഷീസ്. സോ ഈ വക കാര്യങ്ങളെയൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മോർഫോളജി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നത്. ആൻഡ് ഓൾ ദ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഹാവ് റൂട്ട്സ്, stems, leaves, flowers and fruits. അപ്പോൾ നമ്മളൊരു ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ മെയിൻ ആയിട്ടുള്ള പാർട്സ് ആണ് റൂട്ട്സ്. നമുക്ക് ഈ പിക്ചറിൽ കാണാം റൂട്ട്സ്, സ്റ്റെം, ലീവ്സ്, ഫ്ലവേഴ്സ്, ഫ്രൂട്ട്സ്. അപ്പം ഇതിൽ തന്നെ ദ അണ്ടർഗ്രൗണ്ട് പാർട്സ് ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് അത് ഫോംസ് ദി റൂട്ട് സിസ്റ്റം. അപ്പം പ്ലാന്റ്സിന് റൂട്ട് സിസ്റ്റം ഉണ്ട്, ഷൂട്ട് സിസ്റ്റം ഉണ്ട്, നമുക്കെല്ലാം അറിയാവുന്നതാണ്. അപ്പം അണ്ടർഗ്രൗണ്ട് പാർട്സ് ഓഫ് ദി ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആർ the root system and the portions above the ground forms the shoot system. കണ്ടോ, root system and the shoot system. ഓക്കെ, അപ്പം നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് റൂട്ടിനെ കുറിച്ചാണ്. അണ്ടർഗ്രൗണ്ട് റൂട്ട് സിസ്റ്റത്തിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പം ഇൻ ഡൈക്കോട്ടിലിഡൻസ് elongation of radicle forms the primary roots which bears lateral roots of several orders called secondary roots, tertiary roots, etc. നമുക്കറിയാം ഡൈക്കോട്ട് പ്ലാന്റ്സ് ഉണ്ട്, മോണോക്കോട്ട് പ്ലാന്റ്സ് ഉണ്ട്. അപ്പം ഇതിൽ ഡൈക്കോട്ടിലിഡൻസിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. അപ്പം റൂട്ട്സ് ഡൈക്കോട്ട് പ്ലാന്റ്സിലെ റൂട്ട്സിൻ്റെ പ്രത്യേകത എന്ത് എന്ന് ചോദിച്ചാൽ the elongation of radicle forms the primary roots which bears the lateral roots of several orders called secondary roots, tertiary roots, etc. അപ്പം എന്താണ് റാഡിക്കിൾ ആൻഡ് പ്ലിമ്യൂൾ? എംബ്രിയോയുടെ റാഡിക്കിൾ ഉണ്ട്, പ്ലിമ്യൂൾ ഉണ്ടെന്നറിയാം. പ്ലിമ്യൂൾ ഷൂട്ട് സിസ്റ്റമായി മാറുന്നു, റാഡിക്കിൾ എന്തായി മാറുന്നു? റൂട്ട് സിസ്റ്റമായി മാറുന്നു. അപ്പം ഈ റൂട്ട് സിസ്റ്റത്തിൽ പ്രൈമറി റൂട്ട്സ് അതിൽ ബെയർ ചെയ്യുന്ന ലാറ്ററൽ റൂട്ട്സ് ഉണ്ടാവും. അത് പിന്നീട് സെക്കൻഡറി, ടേർഷ്യറി ഒക്കെ ആയി മാറുകയാണ്. ഡൈക്കോട്ട്സിൽ റാഡിക്കിളിൻ്റെ ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ഇലോങ്ങേഷൻ ആണ് നടക്കുന്നത്. പ്രൈമറി റൂട്ട്സ് ലോങ് വിത്ത് ലാറ്ററൽ റൂട്ട്സ് ഫോംസ് ദി ടാപ്പ് റൂട്ട് സിസ്റ്റം. അപ്പം ഡൈക്കോട്ട്സിൽ ടാപ്പ് റൂട്ട് സിസ്റ്റം എങ്ങനെയാണ്? പ്രൈമറി റൂട്ട്സ് അലോങ് വിത്ത് ദ ലാറ്ററൽ, സെക്കൻഡറി, ടേർഷ്യറി ഈ റൂട്ട്സ് എല്ലാം ചേർന്ന് എന്താണ് ടാപ്പ് റൂട്ട് സിസ്റ്റം ഫോം ചെയ്യുന്നു. അപ്പം ഇതിന് രണ്ട് എക്സാമ്പിൾസ് പറയാം. ടാപ്പ് റൂട്ട് സിസ്റ്റത്തിന് രണ്ട് എക്സാമ്പിൾസ് നോക്കിക്കേ. മസ്റ്റാർഡ്, കടുക്, ഗ്രാം, കടല, ഇതൊക്കെ ടാപ്പ് റൂട്ട് സിസ്റ്റത്തിന്
എക്സാമ്പിളാണ്. നിങ്ങൾ ഈ എക്സാമ്പിളും നോട്ട് ചെയ്യുക. വിത്ത് എക്സാമ്പിൾസ് എഴുതുമ്പോഴാണ് ബയോളജിയിൽ ഇപ്പം സുവോളജി ആയിക്കോട്ടെ ബോട്ടണി ആയിക്കോട്ടെ നമുക്ക് ഫുൾ മാർക്സ് ഫെച്ച് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ എക്സാമ്പിൾസും കൂടി എഴുതാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ടാപ്പ് റൂട്ട് സിസ്റ്റം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് തോന്നുന്നു. നമുക്കിനി നോക്കേണ്ടത് മോണോകോട്ടിലിഡൻസിലാണ്. മോണോകോട്ടിലിഡൻസിൽ എങ്ങനെയാണ് റൂട്ട്സ് കാണപ്പെടുന്നതെന്ന് നോക്കാം. സോ primary roots is replaced by large number of roots at its base of stem to constitute the fibrous root system. അപ്പോൾ ഈ ലാർജ് നമ്പർ ഓഫ് റൂട്ട്സ് ഫോം ചെയ്യുകയാണ്. ഈ പ്രൈമറി റൂട്ടിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ലോട്ട് ഓഫ് റൂട്ട്സ്, വളരെ നാരുകൾ പോലെയുള്ള ഫൈബ്രസ് ആയിട്ടുള്ള റൂട്ട്സ് ഇങ്ങനെ ഫോം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. സോ ദറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം. അപ്പം പ്രൈമറി റൂട്ട്സ് മോണോകോട്ടിലിഡൻസിൽ ഷോർട്ട് ലീവ്ഡ് ആണ്. പക്ഷേ നേരെ മറിച്ച് ഡൈക്കോട്ടിലിഡൻസിൽ നോക്കുകയാണെങ്കിൽ എന്താണ്? അവിടെ റാഡിക്കലിൻ്റെ ഡയറക്റ്റ് ഇലോങ്ങേഷൻ സംഭവിക്കുകയും along with the primary roots along with the lateral roots എന്താണ് ടാപ്പ് റൂട്ട് സിസ്റ്റമായി മാറുകയും ചെയ്യുകയാണ്. എന്നാൽ മോണോകോട്ട്സിലേക്ക് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പ്രൈമറി റൂട്ട് അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വളരെ നാരുകൾ പോലെയുള്ള റൂട്ട്സ് വരികയും ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ഫോം ചെയ്യുകയും ചെയ്യുന്നു. അതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? മോണോകോട്ട്സിന് എക്സാമ്പിൾ വീറ്റ്, റൈസ്. അടുത്തത് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള റൂട്ട്സ് ആണ്, അഡ്വൻറ്റീഷ്യസ് റൂട്ട്സ്. അപ്പം ഇത് ദ റൂട്ട്സ് ദറ്റ് അറൈസ് ഫ്രം അതർ പാർട്സ് ഓഫ് പ്ലാന്റ് ബിസൈഡ് റാഡിക്കൽ ആർ കോൾഡ് അഡ്വൻറ്റീഷ്യസ് റൂട്ട്സ്. അപ്പം നമ്മൾ പറഞ്ഞു ഷൂട്ട് സിസ്റ്റം പ്ലുമ്യൂളിൽ നിന്നും റൂട്ട് സിസ്റ്റം റാഡിക്കലിൽ നിന്നും ഫോം ചെയ്യുന്നു. സാധാരണ അങ്ങനെയാണ് സംഭവിക്കുന്നത്. എന്നാൽ അഡ്വൻറ്റീഷ്യസ് റൂട്ട്സ് അങ്ങനെയല്ല, റാഡിക്കലിൽ നിന്നല്ല, പ്ലാന്റിൻ്റെ ഏതൊരു ഭാഗത്തു നിന്ന് വേണമെങ്കിലും അത് ഫോം ചെയ്യാം. ഉദാഹരണത്തിന് ആൽമരങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, കുറേയധികം റൂട്ട്സ് ഇങ്ങനെ താഴേക്ക് തൂങ്ങിക്കിടക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെന്താണ്? അഡ്വൻറ്റീഷ്യസ് റൂട്ട്സ് ആണ്. എന്തെങ്കിലും ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട്, ഇപ്പം സപ്പോർട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പം മാംഗ്രോവ് കണ്ടൽ ചെടികളെക്കുറിച്ച് എല്ലാവർക്കും അറിയാം അല്ലേ? അതിൽ റൈസോഫോറ എന്നൊക്കെ പറയുന്ന പ്ലാന്റ്സ് ഉണ്ട്. അതിൽ ന്യൂമാറ്റോഫോർസ് എന്ന രീതിയിൽ റൂട്ട് മോഡിഫിക്കേഷൻ വരുന്നുണ്ട്. അത് റാഡിക്കലിൽ നിന്ന് നേരിട്ട് ഇലോങ്ങേറ്റ് ചെയ്ത് വരുന്നതല്ല, ഒരു പ്ലാന്റ് പാർട്ടിൽ നിന്ന് ഇലോങ്ങേറ്റ് ചെയ്ത് വരുന്നതാണ് ഫോർ സം സ്പെഷ്യൽ പേർപ്പസസ്. അപ്പം അങ്ങനെയുള്ള റൂട്ട്സിനെ വിളിക്കുന്നതാണ് അഡ്വൻറ്റീഷ്യസ് റൂട്ട്സ്. ഗ്രാസിലുണ്ട്, ബനിയൻ ട്രീ ഓർത്ത് വെക്കുക, അത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ബനിയൻ ട്രീ, മെയ്സ് ആർ ദി എക്സാമ്പിൾസ്. കണ്ടോ അഡ്വൻറ്റീഷ്യസ് റൂട്ട്സ്, ആൽമരത്തിൻ്റെ വേരുകൾ. പിന്നെ ഫൈബ്രസ് റൂട്ട്സ് നോക്കൂ, വളരെ ഫൈബ്രസ് ആയിട്ടുള്ള പ്രൈമറി റൂട്ടിനെ മാറി ലാറ്ററൽ ആയിട്ടുള്ള ഫൈബ്രസ് ആയിട്ടുള്ള റൂട്ടുകൾ വരുന്നത് നോക്കൂ. ആൻഡ് ടാപ്പ് റൂട്ട് സിസ്റ്റം, ദീസ് ആർ ദി എക്സാമ്പിൾസ് ഓഫ് ടാപ്പ് റൂട്ട് സിസ്റ്റം. നൗ ഫങ്ഷൻസ്. എന്താണ് ഈ റൂട്ടിൻ്റെ ഫങ്ഷൻ? റൂട്ടിൻ്റെ ഫങ്ഷൻ എല്ലാവർക്കും അറിയാം അല്ലേ? ആങ്കറേജ് തന്നെയാണ്, പ്ലാന്റിനൊരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് റൂട്ടിൻ്റെ മെയിൻ ഫങ്ഷൻ. ആൻഡ് ദെൻ അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദി സോയിൽ. മണ്ണിൽ നിന്ന് മിനറൽസും വാട്ടറും ഒക്കെ വലിച്ചെടുക്കുന്ന ഒരു ധർമ്മം എന്തിനുണ്ട്? റൂട്ട്സിനുണ്ട്. പ്രൊവൈഡിങ് പ്രോപ്പർ ആങ്കറേജ് ടു ദി പ്ലാന്റ് പാർട്സ്. സ്റ്റോറിങ് റിസർവ് ഫുഡ് മെറ്റീരിയൽസ്. അപ്പോൾ ഫുഡ് മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി സ്പെഷ്യൽ ആയിട്ടൊക്കെ റൂട്ട് ഫോർമേഷൻ നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യും. അപ്പം 3 ഫങ്ഷൻസ്, വളരെ പ്രധാനപ്പെട്ട 3 ഫങ്ഷൻസ് ആണ്. അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം സോയിൽ, മണ്ണിൽ നിന്ന് വെള്ളവും അതുപോലെ തന്നെ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള മിനറൽസും വലിച്ചെടുക്കുക എന്നുള്ള ധർമ്മവും, അതുകൂടാതെ പ്രൊവൈഡിങ് പ്രോപ്പർ ആങ്കറേജ് ടു ദി പ്ലാന്റ് പാർട്സ്, പ്ലാന്റ് പാർട്സിന് വേണ്ടുന്ന ഒരു സപ്പോർട്ട്. ആൻഡ് ദെൻ സ്റ്റോറിങ് റിസർവ് ഫുഡ് മെറ്റീരിയൽസ്. ഇനി നമുക്ക് റീജിയൻസ് ഓഫ് റൂട്ട്സ് നോക്കാം. അപ്പം റീജിയൻസ് ഓഫ് റൂട്ട്, എല്ലാവരും ഈ ഒരു ഡയഗ്രാം ശ്രദ്ധിക്കുക. വിച്ച് ആർ ദ റീജിയൻസ് ഓഫ് റൂട്ട്? ആദ്യമേ നമ്മൾ താഴെ നിന്ന് തന്നെ തുടങ്ങാം. റൂട്ട് ക്യാപ്പ്. ഇറ്റ് ഹാസ് എ റൂട്ട് ക്യാപ്പ്. ഇറ്റ് ഹാസ് എ റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി. ഇറ്റ് ഹാസ് എ റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ. ഇറ്റ് ഹാസ് ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ്. കണ്ടോ, ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ശ്രദ്ധിച്ചോ? They are called root hairs. Then there is a region of maturation.
ഓക്കെ, നമുക്കിതെന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. റൂട്ട് ക്യാപ്പ്. Root cap, it protects the tender apex of root while making a way through soil. റൂട്ട് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു തിമ്പിൾ ലൈക്ക് സ്ട്രക്ചർ, ഒരു വിരലുറ പോലെയുള്ള ഒരു സ്ട്രക്ചറാണ്, വിച്ച് പ്രൊട്ടക്ട്സ് ദ റൂട്ട്. അപ്പം റൂട്ട് മണ്ണിൽ നിന്ന് ഇങ്ങനെ സോയിലും വാട്ടറും ഒക്കെ അബ്സോർബ് ചെയ്യാൻ ഇതിങ്ങനെ പെനിട്രേറ്റ് ചെയ്ത് പൊക്കൊണ്ടേയിരിക്കുകയാണ് റൂട്ട്സ്. അപ്പം അതിനിടയിൽ എന്തെങ്കിലുമൊക്കെ ഡാമേജസ് സംഭവിക്കാം ഇല്ലേ? അപ്പം അതിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു തിമ്പിൾ ലൈക്ക് ഒരു വിരലുറ പോലെയുള്ള ഒരു സ്ട്രക്ചർ, അതിനെയാണ് നമ്മൾ റൂട്ട് ക്യാപ്പ് എന്ന് പറയുന്നത്. അടുത്തത് റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്താണ് അവിടെ പ്രസൻ്റ് ആയിട്ടുള്ളത്. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ഉണ്ട്. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് എന്ന് പറയുന്നത് ഡിവൈഡിങ് ആയിട്ടുള്ള ടിഷ്യൂസ് ആണ്. ദേ ഹാവ് സ്മോൾ സെൽസ് വിത്ത് ഡെൻസ് സൈറ്റോപ്ലാസം. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ഉണ്ട്, ഡിവൈഡ് ചെയ്യുന്ന ടിഷ്യൂസ് ആണവ. ദെൻ കംസ് ദ റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ. അവിടെ എന്താണ്? വെർ സെൽസ് അണ്ടർഗോ ഇലോങ്ങേഷൻ ആൻഡ് എൻലാർജ്മെൻറ്റ് ടു ഇൻക്രീസ് ദ ലെങ്ത് ഓഫ് ദ റൂട്ട്. അപ്പം അവിടെയാണ് സെൽസ് ഡിവൈഡ് ചെയ്ത് പ്ലാന്റ്സ് ഇലോങ്ങേറ്റ് ചെയ്യുന്നത്. ആൻഡ് കംസ് ദ റീജിയൻ ഓഫ് മെച്ചുറേഷൻ. ഇറ്റ് കണ്ടെയ്ൻസ് റൂട്ട് ഹെയർസ്. നമ്മൾ കണ്ടു റൂട്ട് ഹെയർസ്. അപ്പം റൂട്ട് ഹെയർസിൻ്റെ ധർമ്മം എന്താണ്? അത് സ്ഥിരമായി ചോദിക്കുന്നതാണ്, വൺ വേർഡിനൊക്കെ ചോദിക്കുന്നതാണ്. റൂട്ട് ഹെയർസ് ഹെൽപ്സ് in the absorption of water and minerals. അത് നോട്ട് ചെയ്യാം. ഇറ്റ് ഹെൽപ്സ് ഇൻ ദി അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ്. നമ്മൾ റൂട്ട് ക്യാപ്പ് കണ്ടു, റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി, റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ ആൻഡ് ദ റീജിയൻ ഓഫ് മെച്ചുറേഷൻ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്തത് നമുക്ക് റൂട്ട്സിൻ്റെ മോഡിഫിക്കേഷനെ കുറിച്ച് നോക്കാം. അപ്പം റൂട്ട്സ് പലതരത്തിൽ പല ആവശ്യങ്ങൾക്ക് വേണ്ടി മോഡിഫൈ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? റൂട്ട്സ് ആർ മോഡിഫൈഡ് ഫോർ സ്റ്റോറേജ്. ഓക്കെ, നൈട്രജൻ ഫിക്സേഷൻ. നൈട്രജൻ ഫിക്സേഷന് വേണ്ടി ഏത് പ്ലാന്റ്സിലാണ് റൂട്ട് മോഡിഫിക്കേഷൻ നടക്കുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യാമോ? വേഗം ഒന്ന് കമൻറ്റ് ചെയ്തേ. ഏത് പ്ലാന്റ്സിലാണ്? ലെഗ്യൂമിനസ് പ്ലാന്റ്സിൽ അല്ലേ? പീ പ്ലാന്റ് പോലെയുള്ളതിൽ നൈട്രജൻ ഫിക്സേഷന് വേണ്ടി റൂട്ട് മോഡിഫിക്കേഷൻ, റൂട്ട് നോഡ്യൂൾസ് ഒക്കെ ഫോം ചെയ്യുന്നുണ്ട്. ദെൻ എയറേഷൻ ആൻഡ് സപ്പോർട്ട്. എയറേഷൻ നമ്മൾ പറഞ്ഞു, ന്യൂമാറ്റോഫോഴ്സ് ഇൻ പ്ലാന്റ്സ് ലൈക്ക് റൈസോപോറ. അടുത്തത് ടാപ്പ് റൂട്ട് ഓഫ് ക്യാരറ്റ്, ടർണിപ്പ് ആൻഡ് അഡ്വൻറ്റേഷ്യസ് റൂട്ട് ഓഫ് സ്വീറ്റ് പൊട്ടേറ്റോ ഗെറ്റ് സ്വലൻ ടു സ്റ്റോർ ഫുഡ്. അപ്പം ടാപ്പ് റൂട്ട്സ് ഓഫ് ക്യാരറ്റ്, ടർണിപ്പ് ആൻഡ് അഡ്വൻറ്റേഷ്യസ് റൂട്ട്സ് ഓഫ് സ്വീറ്റ് പൊട്ടേറ്റോ അത് സ്വലൻ ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? ടു സ്റ്റോർ ഫുഡ്. അപ്പം ഫുഡ് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും എന്താണ്? റൂട്ട് മോഡിഫിക്കേഷൻസ് നടക്കാറുണ്ട്. ദെൻ പ്രോപ്പ് റൂട്ട്സ് ഓഫ് ബനിയൻ. അപ്പം ആൽമരത്തിൻ്റെ വേരുകൾ നമ്മൾ കണ്ടിരുന്നു. ആ റൂട്ട്സിന് നമ്മൾ എന്താണ് പറയുന്നത്? പ്രോപ്പ് റൂട്ട്സ്. എന്താണ് അവയുടെ ധർമ്മം? ആങ്കറേജ് അല്ലേ? ആങ്കറേജ്, ആ പ്ലാന്റിനൊരു സപ്പോർട്ട് കൊടുക്കുക. And stilt root of maize and sugar cane have supporting root coming out from the lower nodes of stem. അപ്പം പ്രോപ്പ് റൂട്ടും സ്റ്റിൽറ്റ് റൂട്ടും ആങ്കറേജ് ആണ് അവയുടെ ഫംഗ്ഷൻ. സ്റ്റിൽറ്റ് റൂട്ട് ഏതിലാണ് കാണുന്നത്? ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരാം. പ്രോപ്പ് റൂട്ട്സ് ഏതിലാണ്? സ്റ്റിൽറ്റ് റൂട്ട് ഏതിലാണ്? സ്റ്റിൽറ്റ് റൂട്ട്സിൻ്റെ എക്സാമ്പിളാണ് മെയ്സ് ആൻഡ് ഷുഗർ കെയിൻ. ആൻഡ് ഇൻ റൈസോപോറ. റൈസോപോറയെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താണ് അതിൽ കാണുന്നത്? ന്യൂമാറ്റോഫോഴ്സ് help to get oxygen for respiration as it grows in swampy areas. Swampy areas, കണ്ടൽ ചെടികൾ എവിടെയാണ്? സ്വാമ്പി ആയിട്ടുള്ള റീജിയൻസിലാണ് വളരുന്നത്. അപ്പോൾ അവർക്ക് ഓക്സിജൻ ഇൻടേക്കിന് വേണ്ടിയിട്ട് ന്യൂമാറ്റോഫോഴ്സ് ആയിട്ട് എന്താണ്? റൂട്ട് മോഡിഫിക്കേഷൻ നടക്കുന്നു. അപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആൻഡ് ദ ഫ്ലഷി ടാപ്പ് റൂട്ട്സ്, കോണിക്കൽ ഇൻ carrot, fusiform in radish, napiform in turnip. ഈ പിക്ചേഴ്സ് ശ്രദ്ധിക്കുക. ഇതിൻ്റെ ആ ഒരു കോണിക്കൽ ഇതിലല്ലേ ക്യാരറ്റിൽ ഫോം ചെയ്തേക്കുന്നത്? ഫ്യൂസിഫോം, നാപ്പിഫോം ഇൻ ടേർണിപ്പ്. എന്താണത്? ഓക്കെ, അപ്പം എല്ലാവരുടെയും എക്സാംസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഫിസിക്സ് എക്സാം ബുദ്ധിമുട്ടുള്ളവരുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ ഒട്ടും പേടിക്കേണ്ട. നാളെ കൃത്യം 6 മണിക്ക് ചാപ്റ്റേഴ്സ് 8 and 9, ഫിസിക്സിലെ ചാപ്റ്റേഴ്സ് 8 and 9 ലൈവുമായി CC+ എത്തുന്നു. എല്ലാവരും മറക്കാതെ
ലൈവ് സെഷനിൽ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഈ ഒരു വിവരം അറിയിക്കുക. അപ്പം A+ ഒക്കെ വാങ്ങിക്കേണ്ടവർ നാളെ കൃത്യം 6 മണിക്ക് മറക്കരുത്, 6 മണിക്ക് ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് അഗെയിൻ നമ്മുടെ പോർഷനിലേക്ക് വരാം. സ്റ്റെം ഷൂട്ട് സിസ്റ്റത്തിലേക്ക് നമ്മൾ എത്തി. റൂട്ട് സിസ്റ്റം നമ്മൾ നോക്കി, ഇനി ഷൂട്ട് സിസ്റ്റത്തിലേക്ക് നമ്മൾ എത്തി. The stem is the ascending part of axis bearing branches, leaves, flowers and fruits. എന്തൊക്കെയാണ് ascending part of the axis bearing branches, leaves, flowers and fruits, and it develops from the plumule of the embryo. റൂട്ട് എവിടെ നിന്നാണ്? എംബ്രിയോയുടെ റാഡിക്കളിൽ നിന്ന് ഫോം ചെയ്തപ്പോൾ ഷൂട്ട് എവിടെ നിന്ന് ഫോം ചെയ്യുന്നു? ഫ്രം ദി പ്ലുമ്യൂൾ ഓഫ് എംബ്രിയോ. ആൻഡ് ഇറ്റ് ബിയേഴ്സ് നോട്ട്സ് ആൻഡ് ഇന്റർനോട്ട്സ്. സ്റ്റെമ്മിന് എന്തുണ്ട്? നോട്ട്സ് ഉണ്ട്, ഇന്റർനോട്ട്സ് ഉണ്ട്. നോട്ട്സിൽ നിന്ന് ലീവ്സ് ഒക്കെ റൈസ് ചെയ്യുമ്പോൾ, ഇന്റർനോട്ട്സ് എന്ന് പറഞ്ഞാൽ 2 നോട്ട്സിനിടയിലുള്ള ഒരു ഗ്യാപ്പ്, 2 നോഡുകൾക്കിടയിലുള്ള ഗ്യാപ്പാണ് ഇന്റർനോട്ട്സ്. Then the region of stem where leaves are born are called nodes, and portion between 2 nodes are called internodes. Okay, then in stems inde function endaanu nokka. Function: spreading branches, bearing leaves, flowers, fruits, conduct water and minerals to roots and leaves, from roots to leaves. Then some stem perform special functions like storage of food, സപ്പോർട്ട്, പ്രൊട്ടക്ഷൻ ആൻഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. റൂട്ടിൽ നമ്മൾ കണ്ടതാണ്. സ്റ്റോറേജ് ഓഫ് ഫുഡിന് വേണ്ടിയിട്ടും അതുപോലെ സപ്പോർട്ടിന് വേണ്ടിയിട്ടും വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനൊക്കെ വേണ്ടിയിട്ട് റൂട്ടിൽ നടന്ന പോലെ തന്നെ സ്റ്റെമ്മിലും എന്തുണ്ട്? ഒരു സ്പെഷ്യൽ മോഡിഫിക്കേഷൻസ് നടക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. അപ്പം അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ. സക്കർ, ഇൻ മിൻറ്റ് ആൻഡ് ക്രൈസാന്തിമം, അവയിൽ അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷനെ പറയുന്നത് എന്താണ്? സക്കർ. ഇൻ ജിഞ്ചർ റൈസോം ആയിട്ട് ഫോം ചെയ്യുന്നു. കൊളക്കേഷ്യയിൽ കോം ആയിട്ട് ഫോം ചെയ്യുന്നു. പൊട്ടറ്റോയിൽ എങ്ങനെയാണ്? ട്യൂബർ ആയിട്ട് ഫോം ചെയ്യുന്നു. ഓണിയൻ ആൻഡ് ഗാർലിക്കിൽ ബൾബായിട്ട് ഫോം ചെയ്യുന്നു. സോ അണ്ടർഗ്രൗണ്ട് സ്റ്റെംസ് ദേ ഹെൽപ്പ് പ്ലാന്റ്സ് സസ്റ്റെയിൻ അൺഫേവറബിൾ കണ്ടീഷൻസ് ഫോർ ഗ്രോത്ത്. എന്തിനു വേണ്ടിയിട്ടാണ് അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ നടക്കുന്നത്? ദേ ഹെൽപ്പ് പ്ലാന്റ്സ് സസ്റ്റെയിൻ അൺഫേവറബിൾ കണ്ടീഷൻസ് for growth. So ഇതിൽ റൈസോം എന്ന് പറഞ്ഞാൽ they run parallel to the ground. They run parallel to the ground and has nodes. ജിഞ്ചർ ഒക്കെ ആലോചിക്കുക, ജിഞ്ചർ ബനാന ഒക്കെ ആലോചിക്കുക. It has nodes and internodes. അപ്പം റൈസോംസ് എന്ന് പറഞ്ഞാൽ they run parallel to the ground and has nodes. അവയ്ക്ക് നോഡ്സ് ഉണ്ട്, ഇന്റർനോഡ്സ് ഉണ്ട്. Now tubers. The end part gets swollen as in potato. പൊട്ടറ്റോയുടെ നമ്മൾ കണ്ടിട്ടുണ്ട്. എൻ പാർട്ട് കുറച്ച് കുറച്ച് വീർത്തിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് ദ ട്യൂബർ ആൻഡ് കോം. ഇറ്റ് ഗ്രോസ് വെർട്ടിക്കലി ബിലോ ദി ഗ്രൗണ്ട്. ഇറ്റ് ഗ്രോസ് വെർട്ടിക്കലി ബിലോ ദി ഗ്രൗണ്ട്. ഈ ചേമ്പ് അതിലൊക്കെ ഉള്ളത് കോം മോഡിഫിക്കേഷൻ ആണ്. നൗ ബൾബ്. ദ സ്റ്റെം ഇസ് റെഡ്യൂസ്ഡ് ആൻഡ് ഈസ് സറൗണ്ടഡ് ബൈ സ്കെയിലി ലീവ്സ്. സ്റ്റെം വളരെ റെഡ്യൂസ്ഡ് ആയിരിക്കും. ഇപ്പോൾ ഓണിയൻസിലൊക്കെ സ്റ്റെം ഒരു ഡിസ്ക് പോലെ ഇങ്ങനെ റെഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. അതിന് മുകളിലൂടെ സ്കെയിലി ലീവ്സ്, ഓണിയൻസ് മനസ്സിലേക്ക് വരട്ടെ. അപ്പം സ്കെയിലി ലീവ്സ് സങ്കല്പിക്കുന്നുണ്ടോ? അപ്പം ഇറ്റ് ഈസ് സ്റ്റെം ഈസ് റെഡ്യൂസ്ഡ്, ഒരു ഡിസ്ക് പോലെ ഇങ്ങനെ ചെറുതായിട്ട് റെഡ്യൂസ് ചെയ്ത് സ്കെയിലി ലീവ്സ് അതിന് മുകളിലൂടെ. ഓക്കെ, അപ്പം ബൾബ്, കോം, ട്യൂബേഴ്സ് ആൻഡ് റൈസോം. ഇനി നമുക്ക് ലീഫ്. Leaf, it originates from the shoot apical meristem. It originates from the shoot apical meristem. A typical leaf consists of 3 parts. 3 പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. ഓക്കെ, ലീഫ് ബേസ്, petiole and lamina. Leaf base, petiole and lamina. എന്താണ് ലീഫ് ബേസ്? Leaf is attached with stem by leaf base, which may bear 2 small leaf-like structures called stipules. നോക്കിക്കേ, ഈ stem, leaf is attached with stem by leaf base. സ്റ്റെമ്മുമായിട്ട് ലീഫിനെ അറ്റാച്ച് ചെയ്യുന്നത്
ആ ഒരു പോർഷനാണ്. ബൈ ലീഫ് ബേസ്. ശ്രദ്ധിക്കുക, പടത്തിൽ ശ്രദ്ധിക്കുക. ആൻഡ് ഇറ്റ് ഹാസ് petiole, ആ കണക്റ്റിംഗ്, ലീഫിനെ ആ സ്റ്റെമ്മുമായിട്ട് കണക്റ്റിംഗ് petiole. ആൻഡ് ഇറ്റ് മേ ഓൾസോ ബിയർ stipules. Stipules സ്മോൾ ലീഫ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ്. എല്ലാ ലീവ്സിലും സ്റ്റിപ്യൂൾസ് ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. സ്റ്റിപ്യൂൾസ് ഉള്ളതിന് നമ്മൾ എന്ത് പറയും? സ്റ്റിപ്പുലേറ്റ്. സ്റ്റിപ്യൂൾസ് ഇല്ലാത്തതിനെ എക്സ് സ്റ്റിപ്പുലേറ്റ്. ഓർത്ത് വെക്കുക, എൻട്രൻസിനൊക്കെ ചോദിക്കാറുണ്ട്. സ്റ്റിപ്യൂൾസ് ഉള്ളതിനെ സ്റ്റിപ്പുലേറ്റ് എന്നും സ്റ്റിപ്യൂൾസ് ഇല്ലാത്തതിനെ എക്സ് സ്റ്റിപ്പുലേറ്റ് എന്നും നമ്മൾ പറയുന്നു. ആൻഡ് ദ മിഡിൽ പ്രോമിനൻറ്റ് വെയിൻ ഇസ് ദ മിഡ് വെയിൻ. ഇറ്റ് ഹാസ് വെയിൻസ്. പ്രോമിനൻ്റ് ആയിട്ടുള്ള, ഈ പടത്തിൽ ശ്രദ്ധിക്കുക, വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഈ ഒരു വെയിൻ, അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? മിഡ് വെയിൻ എന്ന് വിളിക്കുന്നു. വെയിൻസ് പ്രൊവൈഡ് റിജിഡിറ്റി ടു ദ ലീഫ് ബ്ലേഡ്. എന്താണ്? ലീഫ് ബ്ലേഡിന് ഒരു റിജിഡിറ്റി നൽകുന്നു. ആൻഡ് ആക്ട് ആസ് എ ചാനൽ ഫോർ ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ്. ഓക്കെ, ഇറ്റ് ആക്ട് ആസ് എ ചാനൽ ഫോർ ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ്. അപ്പം വെയിൻസ് എന്താണെന്ന് മനസ്സിലായി, മിഡ് വെയിൻ എന്താണെന്ന് മനസ്സിലായി. മിഡ് വെയിൻ കൂടാതെ തന്നെ ഒരുപാട് വെയിൻസ് ലീഫിൽ പ്രസൻ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം leaves originate from the shoot apical meristem. It has three main parts: leaf base, petiole, lamina. Small leaf like structures ചില ലീവ്സിൽ പ്രസൻ്റ് ആയിരിക്കും. അങ്ങനെയുള്ളതിനെ സ്റ്റിപ്പുലേറ്റ് എന്ന് വിളിക്കും. സ്റ്റിപ്യൂൾസ് പ്രസൻ്റ് ആയിട്ടുള്ള ലീവ്സിനെ സ്റ്റിപ്പുലേറ്റ് എന്നും സ്റ്റിപ്യൂൾസ് ആബ്സെൻ്റ് ആയിട്ടുള്ളതിനെ എക്സ് സ്റ്റിപ്പുലേറ്റ് എന്നും നമ്മൾ വിളിക്കുന്നു. ആൻഡ് മിഡിൽ പ്രോമിനൻറ്റ് വെയിനെ നമ്മൾ മിഡ് വെയിൻ എന്ന് വിളിക്കും. കൂടാതെ ഒരുപാട് വെയിൻസ് ലീഫിൽ പ്രസൻ്റ് ആയിരിക്കുന്നു. അത് എന്താണ്? വാട്ടറും മിനറൽസും ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വളരെ സഹായകമാണ്. സോ ലീഫ് മോഡിഫിക്കേഷൻ, നമ്മൾ റൂട്ട് മോഡിഫിക്കേഷൻ കണ്ടു, സ്റ്റെം മോഡിഫിക്കേഷൻ കണ്ടു. ഇനി ലീവ്സിലും മോഡിഫിക്കേഷൻസ് ഉണ്ട്. നിങ്ങൾ നോക്കുക, പീ പ്ലാന്റിൽ ടെൻട്രിൽസ്, പീ പ്ലാന്റിൽ കോയിൽഡ് ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ദേ ആർ കോൾഡ് ടെൻട്രിൽസ്. കോയിൽഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിനെ നമ്മൾ പീ പ്ലാന്റ് ഓർ പിസം സെറ്റൈവം എന്ന് നിങ്ങളുടെ ടെക്സ്റ്റിൽ കാണാം. എന്താണത്? പീ പ്ലാന്റ് ആണ്. ഇതിൽ ടെൻട്രൽ മോഡിഫിക്കേഷൻ ആണ്. ലീവ്സ് എങ്ങനെയാണ്? ടെൻട്രൽ മോഡിഫിക്കേഷൻ ആണ്. ആൻഡ് സ്പൈൻസ് ഇൻ ഒപ്പൻഷ്യ കണ്ടിട്ടില്ലേ? ദാ ഇതുപോലെയുള്ള ഒരു സ്ട്രക്ചറാണ്. ഇതിൽ സ്മോൾ സ്പൈൻസ് ആയിട്ട് ലീഫ് മോഡിഫിക്കേഷൻ നടന്നിരിക്കുകയാണ്. ഓക്കെ, ആൻഡ് ഇൻസെക്ട് ക്യാച്ചിങ് ലീവ്സ് വളരെ രസകരമായിട്ടുള്ള പ്ലാന്റ്സ് ആണ്. കാർണിവോറസ് പ്ലാന്റ്സ് എന്ന് പറയും. ചെടികളിലെ തന്നെ ഇരപിടിയൻ സസ്യങ്ങൾ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഇൻസെക്ട് ക്യാച്ചിങ് ലീവ്സ്. അപ്പം വീനസ് ഫ്ലൈ ട്രാപ്പ്, പിക്ചർ പ്ലാന്റ് ഒക്കെ നിങ്ങൾ ഫോട്ടോസിലെങ്കിലും കണ്ടിട്ടുണ്ടാവും. അത് ലീഫ് മോഡിഫിക്കേഷൻ ആണ്. ഓക്കെ, ദെൻ സ്റ്റോറേജ് ലീവ്സ്. അലോവേരയിൽ കുറച്ച് ബൾക്കി ആയിട്ട് ലീവ്സ് ഇങ്ങനെ മോഡിഫൈ ചെയ്യും. അപ്പം അത് സ്റ്റോറേജ് ലീവ്സ് ഇൻ അലോവേര. ദെൻ തോൺസ് ആയിട്ട് ബൊഗെയിൻവില്ലയിൽ മുള്ളുകൾ കണ്ടിട്ടുണ്ട്. ബൊഗെയിൻവില്ല എല്ലാവരും കണ്ടിട്ടില്ലേ? കടലാസ് ചെടി, അതിൽ മുള്ളുകൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അപ്പം അതിൽ തോൺ എന്ന് പറയുന്നത് ഒരു ലീഫ് മോഡിഫിക്കേഷനാണ്. ഓക്കെ, അപ്പം ലീഫ് മോഡിഫിക്കേഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞു. ടെൻട്രിൽസ് കോയിൽഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ് പീ പ്ലാന്റിലെ. അപ്പം ടെൻട്രിൽസ് ഇൻ പീ, സ്പൈൻസ് ഇൻ ഒപ്പൻഷ്യ, ദെൻ ഇൻസെക്ട് ക്യാച്ചിങ് ലീവ്സ്, storage leaves, then thorns in bougainvillea. Okay, അടുത്തത് വീനേഷൻ ആണ്. അപ്പം വെയിൻസ് എങ്ങനെ ഒരു ലീഫിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്നതിനെയാണ് വീനേഷൻ എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് അറേഞ്ച്മെൻറ്റ് ഓഫ് വെയിൻ ആൻഡ് വെയിൻലെറ്റ്സ്. അല്ലാതെയുള്ള മിഡ് വെയിൻ അല്ലാതെയുള്ള ചെറിയ വെയിൻസ്, അതിനെ എന്താണ് നമ്മൾ വിളിക്കുന്നത്? വെയിൻലെറ്റ്സ്. ആ വെയിൻലെറ്റ്സും എങ്ങനെ ഒരു ലീഫ് ലാമിനയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്നതിനെ കുറിച്ച് ഉള്ളതാണ് വീനേഷൻ എന്ന് പറയുന്നത്. അത് തന്നെ 2 ടൈപ്പ് ഉണ്ട്: റെറ്റിക്കുലേറ്റ് വീനേഷൻ, പാരലൽ വീനേഷൻ. റെറ്റിക്കുലേറ്റ് ആൻഡ് പാരലൽ. ഓക്കെ, അപ്പം ഇതിൽ റെറ്റിക്കുലേറ്റ് വീനേഷൻ നമുക്ക് നോക്കാം. അത് മെയിനായിട്ട് മോണോകോട്ട് പ്ലാന്റ്സിലാണ് കാണപ്പെടുന്നത്. അപ്പം വെയിൻലെറ്റ്സ് ഫോം എ നെറ്റ്വർക്ക്. ഒരു നെറ്റ്വർക്ക് പോലെ ഇങ്ങനെ കാണാൻ സാധിക്കുന്നു. സാഹിദ്, എന്തെങ്കിലും ഒരു ഡൗട്ട് വരുന്നു?
സർഫാസ് ഹായ് മിസ്. മിസ് മലയാളം എടുത്തതല്ലേ? യെസ്, മലയാളം എടുത്തിട്ടുണ്ട്. ഓക്കെ. സോ റെറ്റിക്കുലേറ്റ് വീനേഷൻ. വെയിൻലെറ്റ്സ് ഫോം എ നെറ്റ്വർക്ക്. അപ്പം റെറ്റിക്കുലേറ്റ് വീനേഷനിൽ വെയിൻലെറ്റ്സ് ഒരു നെറ്റ്വർക്ക് പോലെ ഫോം ചെയ്യുന്നു. ദെൻ പാരലലിലാണല്ലോ ആ ഒരു നെറ്റ്വർക്ക് ആബ്സെൻ്റ് ആണ്. ദെൻ വെയിൻസ് ആർ ഇറഗുലർലി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ റെറ്റിക്കുലേറ്റ് വീനേഷൻ. പക്ഷേ പാരലൽ വീനേഷനിൽ നോക്കൂ, വെയിൻസ് ആർ പാരലൽ ടു വൺ അനദർ. And reticulate venation, it is present in all dicotyledons like gram, pea, beans, mango, etc. Then parallel venation നോക്കുക. It is present in monocotyledons like grass, banana, rice. അപ്പോൾ റെറ്റിക്കുലേറ്റ് വീനേഷനിൽ വെയിൻലെറ്റ്സ് ഒരു നെറ്റ്വർക്ക് പോലെ ഫോം ചെയ്യുന്നു. പാരലൽ വീനേഷനിൽ നെറ്റ്വർക്ക് എന്താണ്? ആബ്സെൻ്റ് ആണ്. പാരലൽ ആയിട്ടാണ് വെയിൻസ് പോകുന്നത്. And veins are irregularly distributed in reticulate venation. Parallel venationലേക്ക് വരുമ്പോൾ they are parallel to one another. നിങ്ങൾ ഈ ഒരു പിക്ചർ ശ്രദ്ധിക്കുക, പാരലൽ വീനേഷൻ എങ്ങനെ പോകുന്നു. വെയിൻസ് പാരലൽ ആയിട്ടാണ് പോകുന്നത്. ബനാന ലീവ്സ് ഒക്കെ ശ്രദ്ധിച്ചാൽ മതി, അല്ലാതെ അല്ലെങ്കിൽ മോണോക്കോട്ട് ഏത് പ്ലാന്റ്സ് ആണെങ്കിലും ശ്രദ്ധിച്ചാൽ മതി. റൈസ്, വീറ്റ് നോക്കുക, ആലിൻ്റെ ഇല അല്ലെങ്കിൽ ഹിബിസ്കസ്, ഡൈക്കോട്ടിലിഡൻസ് പ്ലാന്റ്സിൽ. ഓക്കെ, അതിൽ എങ്ങനെയാണ് പോകുന്നത്? ഒരു നെറ്റ്വർക്ക് പോലെയാണ് വെയിൻസ് ഫോം ചെയ്തിരിക്കുന്നത്. ആൻഡ് ദേ ആർ ഇറഗുലർ ടു. ഇതുപോലെയാണോ പാരലൽ ആയിട്ടാണോ പോകുന്നത്? അല്ല, ഇറഗുലർ ആണ്. ഓക്കെ. ദെൻ ടൈപ്സ് ഓഫ് ലീവ്സ്. ലീവ്സിനെ ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ട് തിരിക്കാം. 2 ഡിഫറെൻറ്റ് ടൈപ്സ്: കോമ്പൗണ്ട് ലീവ്സ്, സിമ്പിൾ ലീവ്സ്. ഓക്കെ, കോമ്പൗണ്ട് ലീവ്സ് ആൻഡ് സിമ്പിൾ ലീവ്സ്. അപ്പം കോമ്പൗണ്ട് ലീവ്സിനെ വീണ്ടും പിന്നേറ്റ്ലി കോമ്പൗണ്ട് എന്നും പാമേറ്റ്ലി കോമ്പൗണ്ട് എന്നും തരം തിരിച്ചിട്ടുണ്ട്. അപ്പം നോക്കാം അതെന്താണ്. സിമ്പിൾ ലീഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ശ്രദ്ധിക്കുക. എ ലീഫ് ഹാവിങ് എ സിംഗിൾ ഓർ അൺഡിവൈഡഡ് ലാമിന ഇസ് കോൾഡ് സിമ്പിൾ ലീഫ്. അപ്പം അൺഡിവൈഡഡ് ആയിട്ടുള്ളൊരു ലാമിന, ഈ ഒരു പിക്ചർ ശ്രദ്ധിക്കുക. അൺഡിവൈഡഡ് ആയിട്ടുള്ളൊരു ലാമിന ഉള്ളതിന് നമ്മൾ എന്താണ് പറയുക? സിമ്പിൾ ലീഫ് അല്ലെങ്കിൽ ഒരു എൻറ്റയർ ലീഫ് എന്ന് പറയാം. സോ ഇൻസിഷൻ ഡു നോട്ട് ടച്ച് ദ മിഡ്രിബ്. മിഡ്രിബിനെ ഇൻസിഷൻസ് ടച്ച് ചെയ്യുന്നില്ല, അത് ലീഫ്ലെറ്റ്സ് ആയിട്ട് മാറുന്നില്ല. സോ എക്സാമ്പിൾ ഏതാണ്? മാംഗോ, ഗുവ. എക്സാമ്പിൾസ് ഞാൻ വീണ്ടും പറയുകയാണ്. ഓരോന്നും എഴുതുമ്പോൾ ഇപ്പോൾ സിമ്പിൾ ലീഫ് എന്താണ്, കോമ്പൗണ്ട് ലീഫ് എന്താണ്, ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാം. അപ്പം എക്സാമ്പിൾസ് വെച്ച് നിങ്ങൾ എഴുതുക. ഓക്കെ. Then when the incision of lamina reach up to the midrib and breaking it into a number of leaflets, it is called compound leaves. അപ്പോൾ compound leaves ഈ ഒരു പിക്ചർ ശ്രദ്ധിക്കുക. അപ്പം നമ്പർ ഓഫ് ലീഫ്ലെറ്റ്സ് പ്രസൻ്റ് ആയിരിക്കുന്നു. ഈ ഒരു ലീഫ്ലെറ്റ്സ് പ്രസൻ്റ് ആയിട്ടുള്ള ഈ ഒരു സ്റ്റോക്കിനെ, ഈ ഒരു തണ്ടിനെ നമ്മൾ എന്താണ് പറയുക? റാച്ചസ് എന്നാണ് പറയുക. ഈ ലീഫ്ലെറ്റ്സ് പ്രസൻ്റ് ആയിരിക്കുന്ന ഈ ഒരു സ്റ്റോക്കിനെ എന്താണ് പറയുക? റാച്ചസ് എന്നാണ് പറയുക. Okay. അപ്പോൾ when the incisions of lamina reach up to the midrib and breaking it into a number of leaflets, it is called compound leaves. ഇനി കോമ്പൗണ്ട് ലീവ്സിനെ നമ്മൾ പറഞ്ഞു രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. പിന്നേറ്റ്ലി കോമ്പൗണ്ട്, പാമേറ്റ്ലി കോമ്പൗണ്ട്. Okay, in a pinnately compound leaves, a number of leaflets are present on a common axis. അപ്പം പിന്നേറ്റ്ലി കോമ്പൗണ്ട് ആയിട്ടുള്ളത് ഈ പിക്ചർ ശ്രദ്ധിക്കുക. നമ്പർ ഓഫ് ലീഫ്ലെറ്റ്സ് റാച്ചസിൽ ഇങ്ങനെ പ്രസൻ്റ് ആയിരിക്കുകയാണ്. ആൻഡ് ഇറ്റ്സ് പ്രസൻറ്റ് ഓൺ എ കോമൺ ആക്സിസ് കോൾഡ് റാച്ചസ്. എക്സാമ്പിൾ നീം ലീവ്സ്. ആൻഡ് പാമേറ്റ്ലി കോമ്പൗണ്ടിൽ ദ ലീഫ്ലെറ്റ്സ് ആർ അറ്റാച്ച്ഡ് ടു എ കോമൺ പോയിന്റ്. ഒരു കോമൺ പോയിന്റിൽ ലീഫ്ലെറ്റ്സ് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. നോക്കുക, എക്സാമ്പിൾ സിൽക്ക് കോട്ടൺ. അപ്പം പിന്നേറ്റ്ലി കോമ്പൗണ്ട് കണ്ടു, ലീഫ്ലെറ്റ്സ് ഒരു സിംഗിൾ റാച്ചസിൽ a lot of leaflets are arranged. And palmately compound the leaflets are attached to a common point. And അതിൻ്റെ എക്സാമ്പിൾ ആണ് സിൽക്ക് കോട്ടൺ. അടുത്തത് ഇമ്പോർട്ടൻറ്റ് ടേം ഫിലോടാക്സി. എന്താണ് ഫിലോടാക്സി? The pattern of arrangement of leaves on the stem or branch is called phyllotaxy. എന്താണ്? ദ പാറ്റേൺ ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് എങ്ങനെ ആ റാച്ചസിൽ ലീവ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച്
പറയുന്നതാണ് ഫിലോടാക്സി. ഫിലോടാക്സി പലതരത്തിലുണ്ട്. വേൾഡ് ഉണ്ട്, ഓപ്പോസിറ്റ് ഉണ്ട്, ഓൾട്ടർനേറ്റ് ഉണ്ട്. അപ്പം നമ്മൾ ആദ്യമായിട്ട് ഓൾട്ടർനേറ്റ് ഫിലോടാക്സി നോക്കാം. അപ്പം ഓൾട്ടർനേറ്റ് ടൈപ്പ് ഓഫ് ഫിലോടാക്സി സിംഗിൾ ലീഫ് അറൈസ് അറ്റ് ഈച്ച് നോഡ്. അപ്പം ഒരു സിംഗിൾ ലീഫാണ്, ഒരു നോഡിൽ നിന്ന് ഒരു സിംഗിൾ ലീഫാണ് റൈസ് ചെയ്യുന്നത്. ആൻഡ് അടുത്ത നോഡിൽ നിന്ന് അടുത്തൊരു ലീഫ്. നോക്കാം, ഇത് ഓൾട്ടർനേറ്റ് ആയിട്ടായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുക. ഒരു നോഡിൽ നിന്ന് ഒരു ലീഫ്, അടുത്ത നോഡിൽ നിന്ന് അടുത്ത ലീഫ്. ഇത് ഓൾട്ടർനേറ്റ് ആയിട്ടായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുക. കണ്ടോ, ഈ ഒരു പിക്ചർ ശ്രദ്ധിക്കുക. എക്സാമ്പിൾ എന്താണ്? ചൈന റോസ്. ചൈന റോസ് എന്താണ്? ഹിബിസ്കസ്. ഓക്കെ, അപ്പോൾ ഫിലോടാക്സിയുടെ നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ടൈപ്പ്. ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഒരു നോഡിൽ നിന്ന് 2 ലീഫ് അറൈസ് ചെയ്യും. ഒരു നോഡിൽ നിന്ന് ഓപ്പോസിറ്റ് ആയിട്ട് 2 നോഡ്സ് അറൈസ് ചെയ്യും. ശ്രദ്ധിക്കുക, ഒരു നോഡിൽ നിന്ന് ഓപ്പോസിറ്റ് ആയിട്ട് 2 ലീഫ് അറൈസ് ചെയ്യും. അതിനെയാണ് ഓപ്പോസിറ്റ് ഫിലോടാക്സി എന്ന് പറയുന്നത്. ഗുവ പ്ലാന്റിൻ്റെ ലീവ്സ് ഒക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, ആൻഡ് അടുത്തൊരു ടൈപ്പ്, ഇഫ് മോർ ദൻ 2 ലീവ്സ് അറൈസ് അറ്റ് എ നോഡ് ആൻഡ് ഫോം എ വേൾ ഇസ് കോൾഡ് വേൾഡ് ടൈപ്പ് ഓഫ് ഫിലോടാക്സി. മോർ ദൻ 2 ലീവ്സ്, ഒരു നോഡിൽ നിന്ന് ഓൾട്ടർനേറ്റിൽ ഒരെണ്ണം എറൈസ് ചെയ്തു, ഓൾട്ടർനേറ്റ് ആയിട്ട് എറൈസ് ചെയ്തു, ഓപ്പോസിറ്റിലേക്ക് വന്നപ്പോൾ ഒരു നോഡിൽ നിന്ന് 2 എണ്ണം എറൈസ് ചെയ്തു, വേൾഡിലേക്ക് വരുമ്പോൾ ഒരു കൂട്ടമാണ്, ഒരു വേൾഡായിട്ട് ഇങ്ങനെ എറൈസ് ചെയ്യുകയാണ്. ഓക്കെ, മോർ ദൻ 2 ലീവ്സ് എറൈസ് ചെയ്യുകയാണ്. എന്താണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ? ഇവിടെ പിക്ചർ കണ്ടോ, ഒരു നോഡിൽ നിന്ന് മോർ ദൻ 2 ലീവ്സ് എറൈസ് ചെയ്യാണ്. എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അൽസ്റ്റോണിയ, ഡെവിൽസ് ട്രീ, പാലമരം, എല്ലാവരും കേട്ടിട്ടില്ലേ? അൽസ്റ്റോണിയ ആണ് വേൾഡ് ടൈപ്പ് ഓഫ് ഫിലോടാക്സിക്ക് എക്സാമ്പിൾ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇൻഫ്ലോറസൻസും നിങ്ങൾക്ക് പുതിയൊരു ടേം ആയിരിക്കും. സോ ദ അറേഞ്ച്മെന്റ് ഓഫ് ഫ്ലവേഴ്സ് ഓൺ ദി ഫ്ലോറൽ ആക്സിസ് ഇസ് ടേംഡ് ആസ് ഇൻഫ്ലോറസൻസ്. ഇമ്പോർട്ടൻ്റ് ആണ്. The arrangement of flowers on the floral axis is termed as inflorescence. ആ ഫ്ലോറൽ ആക്സിസിനെ എന്ത് വിളിക്കും? പെഡങ്കിൾ എന്ന് വിളിക്കും. നമ്മൾ നേരത്തെ ലീഫ്ലെറ്റ്സ് അറൈസ് ചെയ്ത ആ ഒരു സ്റ്റോക്കിനെ റാച്ചസ് എന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ള ഫ്ലോറൽ ആക്സിസിനെ പെഡങ്കിൾ എന്നാണ് വിളിക്കുക. ഓക്കെ, അത് മെയിനായിട്ട് 2 ടൈപ്പാണ്. 2 അല്ല, ഒരുപാട് ടൈപ്സ് ഉണ്ട്. പക്ഷെ നമുക്ക് പഠിക്കേണ്ട 2 ടൈപ്പ് എന്ന് പറയുന്നത് റെസിമോസ് ഇൻഫ്ലോറസൻസ് ആൻഡ് സൈമോസ് ഇൻഫ്ലോറസൻസ്. റെസിമോസ് ആൻഡ് സൈമോസ് നോക്കാം. അപ്പം റെസിമോസിലെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ദ മെയിൻ ആക്സിസ് കണ്ടിന്യൂസ് ടു ഗ്രോ. മെയിൻ ആക്സിസ് വളർന്നുകൊണ്ടേയിരിക്കും. ദ ഫ്ലവേഴ്സ് ആർ ബോൺ ലാറ്ററലി ഇൻ അക്രോപെറ്റൽ സക്സഷൻ. അപ്പം ഫ്ലവേഴ്സ് ആ ആക്സിസിൽ ഉണ്ടാവുന്ന അക്രോപെറ്റൽ സക്സഷനിലായിരിക്കും. ഓക്കെ, ഈ ഒരു പിക്ചർ നോക്കാം, റെസിമോസ് ഇൻഫ്ലോറസൻസ്. അപ്പം ഇതിൻ്റെ മെയിൻ ആക്സിസ് ടെർമിനേറ്റ് ചെയ്യുന്നില്ല, അതിങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ടേയിരിക്കും. ആൻഡ് ദ ഫ്ലവേഴ്സ് ആർ ബോൺ ഓൺ ആൻ അക്രോപെറ്റൽ സക്സഷൻ. ഓക്കെ, ആൻഡ് എക്സാമ്പിൾ റാഡിഷ്, മസ്റ്റാർഡ്, അതുപോലെ തന്നെ കാഷ്യ, കണിക്കൊന്നയൊക്കെ റെസിമോസിന് എക്സാമ്പിളാണ്. കാഷ്യ നിങ്ങൾക്ക് ഓർത്തിരിക്കാനും എളുപ്പമായിരിക്കും. സോ ദ മെയിൻ ആക്സിസ് കണ്ടിന്യൂസ് ടു ഗ്രോ ആൻഡ് ഫ്ലവേഴ്സ് ആർ ബോൺ ഓൺ ദി peduncle on an acropectal succession. Next, cymose inflorescence. Main axis terminates in flower having limited growth. അപ്പോൾ അതിനൊരു ലിമിറ്റഡ് ഗ്രോത്ത് ആണ് മെയിൻ ആക്സിസിന്. ആൻഡ് ഫ്ലവേഴ്സ് ആർ ബോൺ ഇൻ ബേസിപെറ്റൽ സക്സഷൻ. ഇവിടെ അക്രോപെറ്റൽ സക്സഷൻ, സൈമോസിലെ ബേസിപെറ്റൽ സക്സഷൻ. എക്സാമ്പിൾ എന്താണ്? ജാസ്മിൻ. ജാസ്മിൻ ആണ് ഏറ്റവും നല്ല എക്സാമ്പിൾ ഓർത്തിരിക്കാൻ. ഞാൻ കാണിച്ചു തരാം. നോക്കുക, സൈമോസ് ഇൻഫ്ലോറസൻസ് മെയിൻ ആക്സിസിൽ കണ്ടോ, ഓൾഡർ ഫ്ലവർ. ഇവിടെ റെസിമോസിലെ ഓൾഡർ ഫ്ലവർ താഴെയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ബേസിപെറ്റൽ സക്സഷനിൽ എങ്ങനെയാണ്? ഓൾഡർ ഫ്ലവർ ഇപ്പം മുല്ല തന്നെ, മുല്ലയുടെ
ഈ ഒരു ഫ്ലവർ ആദ്യം വിരിയും, നടുക്കത്തെ ഈ ഒരു പൂവ് ആദ്യം വിരിയും, മറ്റ് 2 പൂക്കൾ പിന്നീടേ വിരിയുള്ളൂ. ഇങ്ങനൊരു അറേഞ്ച്മെൻറ്റിനെയാണ് ബേസി പെറ്റൽ സക്സഷൻ അല്ലെങ്കിൽ സൈമോസ് ഇൻഫ്ലോറസെൻസ് എന്ന് പറയുന്നത്. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ ടു യു. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഫ്ലവറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇറ്റ് ഈസ് ദ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ദി പ്ലാന്റ്. ദ ഫ്ലവർ കൺസിസ്റ്റ് ഓഫ് 4 ഡിഫറെൻറ്റ് വേൾഡ്സ്. അപ്പം ഫ്ലവർ എന്ന് പറയുന്നത് ഒരു പ്ലാന്റിലെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറാണ്. ഓക്കെ, കാലിക്സ്, ദ ഔട്ടർമോസ്റ്റ് കമ്പോസ്ഡ് ഓഫ് സെപ്പൽസ്. ജിതിൻ, ഇന്ന് മോർഫോളജി മാത്രമേ എടുക്കുന്നുള്ളൂ. യെസ് ജിതിൻ, ഇന്ന് മോർഫോളജി മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ കാലിക്സിൽ ദ ഔട്ടർമോസ്റ്റ് കമ്പോസ്ഡ് ഓഫ് സെപ്പൽസ്. അപ്പം ഔട്ടർമോസ്റ്റ് ആയിട്ടുള്ള പാർട്ടാണ് ഇറ്റ് കമ്പോസ്ഡ് ഓഫ് സെപ്പൽസ്. ഗ്രീൻ കളറിലെ നോക്കാം, സെപ്പൽസ്. ഓക്കെ, കൊറോള ഇറ്റ്സ് കമ്പോസ്ഡ് ഓഫ് പെറ്റൽസ്. വളരെ ബ്രൈറ്റ് കളേർഡ് ആയിട്ടുള്ള ഒരു ഫ്ലവറിലെ സ്ട്രക്ചേഴ്സിനെ നമ്മൾ പറയുന്നതാണ് പെറ്റൽസ്. പെറ്റൽസിൻ്റെ ഒരു ഫങ്ഷൻ എന്താണ്? ടു അട്രാക്ട്. ഈ ബ്രൈറ്റ് കളേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഇറ്റ് ക്യാൻ അട്രാക്ട് ഇൻസെക്ട്സ്. അങ്ങനെ പോളിനേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് സഹായകമാണ് പെറ്റൽസ്. ആൻഡ് ആൻഡ്രീഷ്യം ഇറ്റ് കമ്പോസ്ഡ് ഓഫ് സ്റ്റേമൻസ്, മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഇൻ പ്ലാന്റ്സ്. ആൻഡ് ഗൈനീഷ്യം ഇറ്റ് കമ്പോസ്ഡ് ഓഫ് 1 or more കാർപ്പൽസ്. സിംഗിൾ യൂണിറ്റ്സിനെ പറയുന്നതാണ്. ഗൈനീഷ്യത്തിൻ്റെ സിംഗിൾ യൂണിറ്റ്സ് എന്താണ്? കാർപ്പൽസ്. കാണുന്നില്ലേ ഇവിടെ? ഓക്കെ, നൗ ഫ്ലവേഴ്സിനെ നമ്മൾ ആക്ടിനോമോർഫിക് എന്നും സൈഗോമോർഫിക് എന്നും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്താണ് ആക്ടിനോമോർഫിക് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്? സോ അതിൻ്റെ സിമെട്രി അനുസരിച്ചാണ് ആക്ടിനോമോർഫിക് എന്നും സൈഗോമോർഫിക് എന്നും നമ്മൾ ഫ്ലവേഴ്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. So, the flowers can be divided into 2 equal radial halves in any radii passing through. So, it is the radial symmetry. Radial symmetry പുലർത്തുന്ന പ്ലാന്റ്സിനെയാണ് നമ്മൾ ആക്ടിനോമോർഫിക് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അതായത് ഏതൊരു പ്ലെയിനിലൂടെ കട്ട് ചെയ്താലും നമുക്ക് ഈക്വൽ ഹാഫ്സ് കിട്ടും. അങ്ങനെയുള്ളതിനെയാണ് ഇപ്പോൾ ഡെറ്റൂറ, മസ്റ്റാർഡ്. ഡെറ്റൂറ എന്താണ്? ഉമ്മം എന്ന് പറയും അതിന്, ഉമ്മം. ആൻഡ് ചില്ലി, മസ്റ്റാർഡ്, ഈ വക പ്ലാന്റ്സിലെല്ലാം ഈ ഒരു ആക്ടിനോമോർഫിക് സിമെട്രിയാണ്. അപ്പം ഏതൊരു പ്ലെയിനിലൂടെ കട്ട് ചെയ്താലും നമുക്ക് ഈക്വൽ ഹാഫ്സ് കിട്ടും. പക്ഷേ സൈഗോമോർഫിക് ഫ്ലവേഴ്സിലേക്ക് വരുമ്പോൾ ഏതെങ്കിലും ഒരു പ്ലെയിനിലൂടെ മാത്രമേ നമുക്ക് കട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഈക്വൽ ഹാഫ്സ് കിട്ടുന്നുള്ളൂ. കണ്ടോ? അപ്പം സൈഗോമോർഫിക്ക് ഏതെങ്കിലും ഒരു പ്ലെയിനിലൂടെ കട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഈക്വൽ ഹാഫ്സ് കിട്ടുകയുള്ളൂ. അങ്ങനെയുള്ള ഫ്ലവേഴ്സ് എക്സാമ്പിൾ പറഞ്ഞേക്കുന്നത് പീ പ്ലാന്റ്. കണ്ടോ? പീ പ്ലാന്റ് ഏതെങ്കിലും ഒരു പ്ലെയിനിലൂടെ കട്ട് ചെയ്യുമ്പോൾ നടുക്കൂടെ കട്ട് ചെയ്യുമ്പോൾ മാത്രമേ അതിൻ്റെ ഈക്വൽ ഹാഫ്സ് കിട്ടുന്നുള്ളൂ. പക്ഷേ ആക്ടിനോമോർഫിക്കിൽ അങ്ങനെയാണോ? ഏത് പ്ലെയിനിൽ കട്ട് ചെയ്താലും നമുക്ക് ഈക്വൽ ഹാഫ്സ് കിട്ടും. ഇനി സൈഗോമോർഫിക്കിലേക്ക് വരുമ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് നോക്കുക. പീ പ്ലാന്റ്, ഗുൾമോഹർ എല്ലാവർക്കും അറിയാം, വാഗ. ക്യാഷ്യ എന്താണ്? കണിക്കൊന്ന. അപ്പോൾ എക്സാമ്പിൾസ് പഠിച്ചു വയ്ക്കുക. സൈഗോമോർഫിക് ആക്ടിനോമോർഫിക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ്, the divisions based on the position of ovary with respect to other floral part on thalamus. തലാമസിൽ ഓവറിയുടെ പൊസിഷൻ നോക്കി ബാക്കിയുള്ള വേൾഡ്സുമായിട്ടുള്ള അറേഞ്ച്മെൻറ്റ്, തലാമസിലെ അറേഞ്ച്മെൻറ്റുമായി നോക്കിയുള്ള ഒരു ഡിവിഷനാണിത്. ഓക്കെ, ഹൈപ്പോഗൈനസ്, പെരിഗൈനസ്, എപ്പിഗൈനസ്. ഹൈപ്പോഗൈനസ് ഫ്ലവർ എന്ന് പറയുമ്പോൾ ദ ഓവറി ഒക്യുപ്പൈസ് ദ ഹയസ്റ്റ് പൊസിഷൻ. അപ്പം അതിൽ നോക്കുക, ഹൈപ്പോഗൈനസ് ഫ്ലവേഴ്സിൽ ഓവറി നോക്കിക്കേ, ഹയസ്റ്റ് പൊസിഷനിലാണിത് വന്നിരിക്കുന്നത്. അതിൻ്റെ താഴെ നിന്ന് മാത്രമാണ് ബാക്കിയുള്ള വേൾഡ്സ് ഏതാണ്? പെറ്റൽസ്, ദെൻ ആൻഡ്രീഷ്യം, സ്റ്റേമൻസ്, ദെൻ സെപ്പൽസ് ഒക്കെ ഒറിജിനേറ്റ് ചെയ്തേക്കുന്നത് ഓവറിയുടെ താഴെ നിന്ന് മാത്രമാണ്. ഇവിടെ സുപ്പീരിയർ ആയിട്ട് നിൽക്കുന്നത് ആരാണ്? ഓവറിയാണ്. സോ ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത് ആരാണ്? ഓവറിയാണ്. അതിൻ്റെ താഴെ നിന്ന് മാത്രമാണ് ബാക്കിയുള്ള വേൾഡ്സ് റൈസ് ചെയ്യുന്നത്. അങ്ങനെയുള്ളതിനെ പറയുന്നതാണ് ഹൈപ്പോഗൈനസ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ദ ഓവറി ഈസ് സുപ്പീരിയർ
ആൻഡ് അതിൻ്റെ എക്സാമ്പിൾസ് ആണ് മസ്റ്റാർഡ്, ബ്രിഞ്ചാൾ, ഹിബിസ്കസ് ഒക്കെ അതിൻ്റെ എക്സാമ്പിളാണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ പെരിഗൈനസ് ഫ്ലവേഴ്സ്. ഇഫ് ദ ഗൈനീഷ്യം ഇസ് സിറ്റുവേറ്റഡ് അറ്റ് ദി സെൻറ്റർ ആൻഡ് അതർ പാർട്സ് ആർ ഓൺ ദി റിം അറ്റ് സെയിം ഹൈറ്റ്, ഓവറി ഈസ് കോൾഡ് ഹാഫ് ഇൻഫീരിയർ ഓർ ദ ഫ്ലവേഴ്സ് ആർ കോൾഡ് പെരിഗൈനസ് ഫ്ലവേഴ്സ്. സോ ഇവിടെ നോക്കുക, ഇതിൽ സെൻറ്ററിൽ നിന്ന് ഓവറി റൈസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ താഴെ നിന്നല്ല ബാക്കിയുള്ള വേൾഡ്സ്. അതിനോട് എന്നാൽ മുകളിലാണോ എന്ന് ചോദിച്ചാൽ മുകളിലുമല്ല, താഴെയാണോ എന്ന് ചോദിച്ചാൽ താഴെയുമല്ല. ആ ഒരു സെൻറ്ററിൽ നിന്ന് ആ റിമ്മിൽ നിന്ന് തന്നെ ബാക്കിയുള്ള വേൾഡ്സ്, പെറ്റൽസ്, സെപ്പൽസ് ഒക്കെ എറൈസ് ചെയ്തിരിക്കുന്നു. അപ്പം ഓവറി എന്താണ്, ഓവറിയുടെ പൊസിഷൻ എന്താണ്, ഹാഫ് ഇൻഫീരിയർ ആണ്. അങ്ങനെ ഹാഫ് ഇൻഫീരിയർ ആയിട്ടുള്ള ഓവറി കാണുന്ന പ്ലാന്റ്സ് ആണ് പെരിഗൈനസ് ഫ്ലവേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. അടുത്തൊരു ഇതെന്ന് പറയുന്നത് എപ്പിഗൈനസ് ആണ്. So epigynous flowers, the margin of thalamus grows to completely cover the ovary. അപ്പം the margin of thalamus grows completely to cover the ovary. അപ്പം ഓവറി താഴെ ആയിരിക്കും ലൊക്കേറ്റ് ചെയ്യുക. നോക്കുക, ഓവറി താഴെ ആയിരിക്കും ലൊക്കേറ്റ് ചെയ്യുക. ബാക്കിയുള്ള വേൾഡ്സ് ഒക്കെ അതിന് മുകളിലൂടെ റൈസ് ചെയ്തിട്ടുണ്ട്. സി, ബാക്കിയുള്ള വേൾഡ്സ് ഒക്കെ അതിന് മുകളിലൂടെ റൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓവറി എന്താണ്, ഇൻഫീരിയർ ഓവറി ആണ്. Okay, so the ovary is said to be inferior guva. Guva ആണ് അതിൻ്റെ എക്സാമ്പിൾ. ഇതും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതിൽ ഒരു പോർഷനും നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാനില്ല, എല്ലാം മനസ്സിലാക്കി വയ്ക്കുക. ഇതിലൊക്കെ ഫ്ലവേഴ്സ് വരയ്ക്കുക. ഇപ്പം ഓവറിയുടെ പൊസിഷനൊക്കെ കറക്റ്റായിട്ട് ആ വേൾഡ്സ് അതെങ്ങനെയാണ് വരുന്നതെന്ന് അറേഞ്ച് ചെയ്ത് തന്നെ നിങ്ങൾ മിക്കപ്പോഴും ഡയഗ്രാംസ് കുട്ടികൾ വരയ്ക്കാറില്ല. പക്ഷേ ബോട്ടണി, സുവോളജിയിലൊക്കെ നമ്മൾ ഡയഗ്രാംസ് വരച്ചത് വൃത്തിയായി ലേബൽ ചെയ്യുമ്പോഴാണെങ്കിലും ഒരു സൈഡിലേക്ക് തന്നെ എല്ലാം ലേബൽ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് കൂടുതലും മാർക്ക് കിട്ടും, നിങ്ങളുടെ പേപ്പർ വളരെ ഇംപ്രസീവായിട്ട് തോന്നും. ജിതിൻ, മിസ് ഈ നോട്ട്സ് ഗ്രൂപ്പിലിടുമോ? ഈ നോട്ട്സ് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ കിട്ടും. ഇതിൻ്റെ മുകളിലുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ആ നോട്ട്സൊക്കെ അവിടെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, എല്ലാവരും ചെയ്യുമല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ ഹൈപ്പോഗൈനസ് ഫ്ലവേഴ്സ് കണ്ടു, പെരിഗൈനസ് കണ്ടു, എപ്പിഗൈനസ് ഫ്ലവേഴ്സ് കണ്ടു. അപ്പം ആർക്കും ഡൗട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ഡയഗ്രാംസ് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ പഠിക്കുക. ഓക്കെ, അടുത്തൊരു ടേം ഈസ്റ്റിവേഷൻ. ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലും അതുപോലെ തന്നെ എൻട്രൻസിനും ഒക്കെ ഇതേ ഡയഗ്രാം വെച്ചിട്ട് തന്നെ ചോദിക്കാറുണ്ട്. ഇതിൻ്റെ ഡയഗ്രാമത്തിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു 4 മാർക്കിനൊക്കെ സ്ഥിരമായി ചോദിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് നെഗ്ലക്റ്റ് ചെയ്യാനേ പാടില്ല. പക്ഷേ ഇത് മിക്കവാറും എല്ലാവരും നെഗ്ലക്റ്റ് ചെയ്തിട്ട് പോകുന്നതാണ്. ഈ ഡയഗ്രാം ഒന്നും വരയ്ക്കാണ്ട് പോകും. ഡയഗ്രാം വരച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. ഇതേ ഡയഗ്രാം വെച്ചിട്ട് ഐഡൻറ്റിഫിക്കേഷൻ ചോദിക്കാം. അല്ലെങ്കിൽ ഏത് പ്ലാന്റിലാണ് ഇതിൻ്റെ എക്സാമ്പിൾസും നെഗ്ലക്റ്റ് ചെയ്യരുത്. ഒരു പ്ലാന്റ് തന്നിട്ട് അതിൽ ഏത് ഈസ്റ്റിവേഷൻ ആണ് എന്ന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ദ മോഡ് ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് സെപ്പൽസ് ഓർ പെറ്റൽസ് ഇൻ ഫ്ലോറൽ ബഡ് വിത്ത് റെസ്പെക്ട് ടു അതർ മെമ്പേഴ്സ് ഓഫ് ദി സെയിം world is called estivation. അപ്പോൾ എന്താണ് the mode of arrangement of sepals or petals in floral bud with respect to other members of the same world. അപ്പം അതിനാണ് അപ്പം സെപ്പൽസിൻ്റെയും പെറ്റൽസിൻ്റെയും ഒക്കെ ഒരു അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈസ്റ്റിവേഷൻ എന്ന് പറയുക. 4 തരത്തിലാണ് മെയിനായിട്ടും ഈസ്റ്റിവേഷൻ വരിക. വാൽവേറ്റ്, ട്വിസ്റ്റഡ്, ഇംബ്രിക്കേറ്റ്, വെക്സിലറി. വാൽവേറ്റ്, twisted, imbricate, vexillary. Okay. Valvate estivation. When the sepals or petals in a wall just touch one another at margin without overlapping. നമ്മൾ നോക്കുക, ഇത് ജസ്റ്റ് ടച്ച് ചെയ്യാണ്. സെപ്പൽസ് ആൻഡ് പെറ്റൽസ് ജസ്റ്റ് ടച്ച് ചെയ്യാണ്, പക്ഷേ ഓവർലാപ്പ് ചെയ്യുന്നില്ല. ഓവർലാപ്പ് ചെയ്യുന്നുണ്ടോ നോക്കുക, ഓവർലാപ്പ് ചെയ്യുന്നില്ല, ജസ്റ്റ് ടച്ച് ചെയ്യുന്നതേ ഉള്ളൂ. അങ്ങനെ വരുന്ന ഈസ്റ്റിവേഷനെയാണ് നമ്മൾ വാൽവേറ്റ് ഈസ്റ്റിവേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ കെലോട്രോപ്പിസ് ജൈജാൻഷ്യ എന്ന് പറയുന്നത് എരിക്ക് എന്ന് പറയുന്ന ചെടിക്ക് പറയുന്നതാണ് കെലോട്രോപ്പിസ്. അപ്പം സെപ്പൽസ് ഓർ പെറ്റൽസ് ഇൻ എ വാൾ ജസ്റ്റ് ടച്ച് വൺ അനദർ അറ്റ് ദി മാർജിൻ വിത്തൗട്ട് ഓവർലാപ്പിംഗ് ചെയ്യുന്നില്ല, നടക്കുന്നില്ല ഇവിടെ.
എക്സാമ്പിൾ പഠിച്ചു വെക്കുക, എക്സാമ്പിൾസ് ചോദിക്കും. ഇപ്പോൾ ചിലപ്പോൾ ചോദിക്കുക കെലോട്രോപ്പിസിൽ കാണുന്ന ഈസ്റ്റുവേഷൻ ഏതാണെന്നായിരിക്കും ചോദിക്കുക. അപ്പോൾ വാൽവേറ്റ് എന്ന് എഴുതണമെങ്കിൽ നിങ്ങൾ എക്സാമ്പിൾ പഠിക്കണം. ഓക്കെ, ദെൻ ട്വിസ്റ്റഡ്. If one margin of the appendage overlaps that of the next one, it is called twisted estivation. അപ്പോൾ if one margin of the appendage overlaps the next one, നോക്കുക, one margin overlaps the other, അതൊരു ഡയറക്ഷനിലേക്കാണ്, ഒരു സിംഗിൾ ഡയറക്ഷനിലേക്കാണ് ഇത് ഓവർലാപ്പ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള ഈസ്റ്റിവേഷനെയാണ് നമ്മൾ ട്വിസ്റ്റഡ് ഈസ്റ്റിവേഷൻ എന്ന് പറയുക. ഓക്കെ, എക്സാമ്പിൾ ഏതാണ്? ചൈന റോസ്, ഹിബിസ്കസ്, ലേഡീസ് ഫിംഗർ, കോട്ടൺ ഒക്കെ ട്വിസ്റ്റഡ് ഈസ്റ്റിവേഷന് എക്സാമ്പിളാണ്. ആൻഡ് ഇംബ്രിക്കേറ്റ് ഈസ്റ്റിവേഷൻ. If the margins of sepals or petal overlap one another but not in any particular direction. ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിലല്ലാതെ the margins of sepals or petals overlap. നോക്കുക, ഒരു പ്രത്യേക ഡയറക്ഷനിലല്ല, പക്ഷേ ഓവർലാപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്താണ്? ഇംബ്രിക്കേറ്റ് ഈസ്റ്റിവേഷൻ. ഓക്കെ, കേഷ്യ ആൻഡ് ഗുൾമോഹർ. കാഷ്യ എന്താണ്? കണിക്കൊന്ന, ഗുൾമോഹർ, ഇതിലൊക്കെ കാണുന്ന ഈസ്റ്റിവേഷൻ ഏതാണ്? ഇംബ്രിക്കേറ്റ് ഈസ്റ്റിവേഷൻ. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിലല്ലാതെ ഓവർലാപ്പ് ചെയ്യുന്ന പെറ്റൽസും സെപ്പൽസും ഒക്കെ ഓവർലാപ്പ് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്നതാണ് ഇംബ്രിക്കേറ്റ് ഈസ്റ്റിവേഷൻ. നൗ കംസ് വെക്സിലറി ഈസ്റ്റിവേഷൻ. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. വെക്സിലറി ഈസ്റ്റിവേഷൻ നമുക്ക് അല്ലാതെ തന്നെ ഒരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. ഇൻ പി ആൻഡ് ബി ഫ്ലവേഴ്സ്. പി ഫ്ലവർ നിങ്ങളുടെ മനസ്സിലേക്ക് വരട്ടെ. There are 5 petals and the largest petal is called the standard petal that overlaps the lateral petal. ലാർജസ്റ്റ് ആയിട്ടുള്ളൊരു പെറ്റൽ ഉണ്ട്, അതിനെ സ്റ്റാൻഡേർഡ് പെറ്റൽ എന്ന് പറയും. 2 ലാറ്ററൽ പെറ്റൽസ് ഉണ്ട്, കൂടാതെ ചെറിയ 2 പെറ്റൽസ് ഉണ്ട്. ഇതിനെ കീൽ പെറ്റൽസ് എന്ന് പറയും, കീൽ പെറ്റൽസ്. അപ്പം ഇത്തരത്തിലുള്ള ഒരു അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ വെക്സിലറി ഈസ്റ്റിവേഷൻ എന്ന് പറയുക. ഇത് കൂടുതലായിട്ടും കാണുന്നത് എന്താണ്? ഫാബേസിയെ, ഈ പയർ ചെടികൾ പോലെയുള്ള ആ ഒരു ഫാമിലിയിലാണ്, ഫാബേസിയെ ഫാമിലിയിലൊക്കെയാണ് കൂടുതലും ഈ വെക്സിലറി ഈസ്റ്റിവേഷൻ കാണുന്നത്. സോ ദർ ആർ 5 പെറ്റൽസ്. അപ്പം ലാർജസ്റ്റ് വൺ സ്റ്റാൻഡേർഡ് പെറ്റൽസ്, 2 ലാറ്ററൽ പെറ്റൽസ് ഉണ്ട്, അത് കൂടാതെ 2 ചെറിയ പെറ്റൽസ് ഉണ്ട്, 2 ഇൻറ്റീരിയർ പെറ്റൽസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു കീൽ പെറ്റൽസ് എന്ന് പറയും. അപ്പം അങ്ങനെയുള്ള ഒരു അറേഞ്ച്മെൻറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്? വെക്സിലറി ഈസ്റ്റിവേഷൻ. കൂടുതലായും കാണുന്നത് പി, ബീൻസ് ഒക്കെ ഉൾപ്പെട്ട ഫാബേസിയെ ഫാമിലിയിലാണ്, അല്ലെ ലെഗുമിനോസെ എന്ന് പറയുന്ന ഫാമിലിക്ക്, ഫാബേസിയെ ഫാമിലിയിലാണ്. ഓക്കെ, അടുത്തത് ആൻഡ്രീഷ്യം. അപ്പം ആൻഡ്രീഷ്യം നോക്കുക, ഇറ്റ് ഹാസ് സ്റ്റേമൻ. സ്റ്റേമൻസ് ആണ് സിംഗിൾ യൂണിറ്റ്. സ്റ്റേമൻസിൻ്റെ പാർട്ട് എന്തൊക്കെയാണ്? ഫിലമെൻ്റ് ഉണ്ട്. ഓക്കെ, ഇറ്റ് ഹാസ് ആന്തർ ആൻഡ് അതിലെന്താണ്? പോളൻ ഗ്രെയിൻസ് ഉണ്ട്. പോളൻ ഗ്രെയിൻസ്, പോളൻ സാക്ക്, ഒരു സാക്ക് പോലെയുള്ള സ്ട്രക്ചറിൽ പോളൻ ഗ്രെയിൻസ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇറ്റ് ഹാസ് എ ലോങ് സ്റ്റോക്ക് ലൈക്ക് സ്ട്രക്ചർ കോൾഡ് ഫിലമെൻറ്റ്. പിന്നെ ആന്തർ ഉണ്ട്, അതിലാണ് പോളൻ ഗ്രെയിൻസ് ഇരിക്കുന്നത്. ഓക്കെ, ദ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്സ് ഓഫ് ഫ്ലവർ, അതാണ് ആൻഡ്രീഷ്യം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സ്റ്റേമൻസ്. അതിൻ്റെ സിംഗിൾ യൂണിറ്റ്സ് ആണ് സ്റ്റേമൻസ് എന്ന് പറയുന്നത്. സ്റ്റേമനിൽ ഫിലമെൻ്റ് ഉണ്ട്, ആന്തർ ഉണ്ട്. അപ്പം സ്റ്റെറൈലായിട്ടുള്ള സ്റ്റേമൻസ് ഉണ്ടാവും. ചില പ്ലാന്റ്സിൽ സ്റ്റെറൈലായിട്ടുള്ള സ്റ്റേമൻസ് ഉണ്ടാവും. അതിന് സ്റ്റാമിനോഡ്, ഈ ഒരു ടേം ഓർത്ത് വയ്ക്കുക, എൻട്രൻസിനൊക്കെ ചോദിച്ചു കാണുന്നുണ്ട്, സ്റ്റാമിനോഡ്. ഓക്കെ, വെൻ സ്റ്റേമൻസ് ആർ അറ്റാച്ച്ഡ് വിത്ത് പെറ്റൽസ് ഇറ്റ് ഈസ് കോൾഡ് എപ്പിപെറ്റാലസ്. അപ്പോൾ പെറ്റൽസിൻ്റെ കൂടെ, പെറ്റൽസിനോട് ചേർന്ന് സ്റ്റേമൻസ് അറ്റാച്ച് ചെയ്ത് ചില ഫ്ലവേഴ്സിലൊക്കെ കാണാറുണ്ട്. അപ്പം അതിനെ എപ്പിപെറ്റാലസ് എന്ന് പറയും. അപ്പം എപ്പിപെറ്റാലസിന് എക്സാമ്പിൾ എന്താണ്? ബ്രിഞ്ചാൾ. വെൻ സ്റ്റേമൻസ് ആർ അറ്റാച്ച്ഡ് വിത്ത് പെറ്റൽസ് ഇറ്റ് ഈസ് കോൾഡ് എപ്പിപെറ്റാലസ്. ജിതിൻ കുര്യൻ, മിസ് ഫ്ലോറൽ ഫോർമുല എഴുതാൻ എക്സാമിന് ചോദിക്കുമോ? ജിതിൻ, നമ്മൾ അതിലേക്ക് വരുന്നുണ്ട്, ഉറപ്പായിട്ടും ചോദിക്കും, ഫ്ലോറൽ ഫോർമുല ചോദിക്കും. ഓക്കെ, അപ്പം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. വെൻ സ്റ്റേമൻസ് ആർ അറ്റാച്ച്ഡ് വിത്ത് പെറ്റൽസ് ഇറ്റ് ഈസ് കോൾഡ് എപ്പിപെറ്റാലസ്, ബ്രിഞ്ചാൾ. അപ്പോൾ സ്റ്റേമൻസ് ഇറ്റ് മേ ബി ഫ്രീ. സ്റ്റേമൻസ് ഫ്രീ ആയിട്ട് ചിലപ്പോൾ ഫ്ലവേഴ്സിൽ കാണാം. അതിനെ നമ്മൾ പോളിയാൻഡ്രസ് എന്ന് പറയും. ഫ്രീ ആയിട്ട് സ്റ്റേമൻസ് കാണുന്നതിനെ പോളിയാൻഡ്രസ് എന്ന് പറയും. ആൻഡ് ഇറ്റ് മേ ബി യുണൈറ്റഡ് ഇൻ വൺ ബണ്ടിൽ. ഒരു ബണ്ടിലായിട്ട് ചിലപ്പോൾ കണ്ടോ, ഹിബിസ്കസിൽ നോക്കിക്കോ, ഒരു ബണ്ടിലായിട്ട്
അറേഞ്ച് ചെയ്തിരിക്കുന്നു. സോ ഇറ്റ് ഈസ് കോൾഡ് മോണഡൽഫസ്. ആൻഡ് ഇൻ 2 ബണ്ടിൽസ്, 2 ബണ്ടിൽസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ, കണ്ടോ, 2 ബണ്ടിൽസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ ഡൈഅഡൽഫസ്. ആൻഡ് മോർ ദൻ 2 ആയിട്ടാണെങ്കിൽ അതിനെ പോളിഅഡൽഫസ്. ഇതൊക്കെ കണ്ടോ, 2നും കൂടുതൽ ബണ്ടിൽസിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പം സ്റ്റേമൻസ് ഫ്രീ ആയിട്ട് കാണാം, അതിനെ പോളിയാൻഡ്രസ് എന്ന് പറയുന്നു. യുണൈറ്റഡ് ആയിട്ട് വരുന്നതാണ് 3 ഡിവിഷൻസ് വരുന്നത്: മോണഡൽഫസ്, ഡൈഅഡൽഫസ് ആൻഡ് പോളിഅഡൽഫസ്. അപ്പോൾ സ്റ്റേമൻസ് മേ ബി യുണൈറ്റഡ് ഇൻ 1 ബണ്ടിൽ. എക്സാമ്പിൾ കണ്ടില്ലേ, ഹിബിസ്കസ് ഒക്കെ ഓർക്കുക. ആൻഡ് 2 ബണ്ടിൽസ്, ഇറ്റ് ഈസ് കോൾഡ് ഡൈഅഡൽഫസ്. ആൻഡ് മോർ ദൻ 2 അതിനെ പോളിഅഡൽഫസ് എന്ന് പറയുന്നു. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, തെറ്റിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഇതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ പഠിച്ചു വയ്ക്കുക. ഓക്കെ, നൗ ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഇൻ പ്ലാന്റ്സ്, ദ ഗൈനീഷ്യം. ഗൈനീഷ്യത്തിൻ്റെ സിംഗിൾ യൂണിറ്റ്സ് എന്താണ്? കൺസിസ്റ്റ് ഓഫ് 1 or more carpels. Okay, carpel is made up of stigma, style and ovary. Stigma, style and ovary. Ovary le ovules കാണുന്നു അല്ലേ? When more than 1 carpel is present, it may be free. Okay, അപ്പം ഒന്നിലധികം കാർപ്പൽ, ചിലതിൽ 1 കാണാം, ചിലതിൽ ഒന്നിലധികം കാർപ്പൽസ് പ്രസൻ്റ് ആയിരിക്കുന്നു. അങ്ങനെ വരുന്നത് ഇറ്റ് മേ ബി ഫ്രീ. സംടൈംസ് അങ്ങനെ കാർപ്പൽസ് വരുമ്പോൾ അത് ഫ്രീ ആയിട്ട് വരുന്നു. ലൈക്ക് ഇൻ ലോട്ടസ് പ്ലാന്റ്സ്. അപ്പോൾ അതിനെ എന്താണ് പറയുന്നത്? എപ്പോകാർപ്പസ്. ഓക്കെ, എപ്പോകാർപ്പസ്. അപ്പം മോർ ദൻ 1 കാർപ്പൽ ഇസ് പ്രസൻറ്റ്, ഇറ്റ് മേ ബി ഫ്രീ. ചിലപ്പോൾ അത് ഫ്രീ ആയിരിക്കാം. അങ്ങനെ ഫ്രീ ആയി വരികയാണെങ്കിൽ അതിനെ എപ്പോകാർപ്പസ് എന്നും. ആൻഡ് വെൻ ഇറ്റ്സ് ഫ്യൂസ്ഡ് ടുഗെദർ, അവ ഫ്യൂസ് ചെയ്താണ് കാണപ്പെടുന്നതെങ്കിൽ സിൻകാർപ്പസ് എന്നും. ആസ് ഇൻ മസ്റ്റാർഡ് ആൻഡ് ടൊമാറ്റോ. മസ്റ്റാർഡിലും ടൊമാറ്റോയിലും ഒക്കെ ഫ്യൂസ് ചെയ്താണ് ഈ ഒരു കാർപ്പൽസ് കാണപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ ദേ ആർ കോൾഡ് സിൻകാർപ്പസ്. അതും ഡിഫറൻഷിയേറ്റ് ചെയ്ത് ചോദിക്കാം, എപ്പോകാർപ്പസ് ആൻഡ് സിൻകാർപ്പസ്. അല്ലെങ്കിൽ ലോട്ടസിൽ ഏത് തരത്തിലാണ് കാർപ്പൽസ് കാണുന്നതെന്ന് ചോദിക്കാം. ഓക്കെ, ഫ്രീ ആണോ യുണൈറ്റഡ് ആണോ എന്ന് ചോദിക്കാം. അപ്പോൾ അത് പഠിച്ചു വയ്ക്കുക. And after fertilization, ovules changes to seed and ovary matures to fruits. Fertilization ഒക്കെ ശേഷം ovules എന്തായി മാറുന്നു? സീഡ്സ് ആയി മാറുന്നു. ആൻഡ് ഓവറി എന്തായി മാറുന്നു? ഫ്രൂട്ട്സ് ആയി മാറുന്നു. കണ്ടില്ലേ, എപ്പോകാർപ്പസ് ഫ്രീ ആയിട്ട്, സിൻകാർപ്പസ് യുണൈറ്റഡ് ആയിട്ട്. Now placentation. Placentation എന്താന്ന് നോക്കുക. ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ovules വിതിൻ ദ ഓവറി. ovules എങ്ങനെയാണ് ഓവറിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നതിനെ ബേസ് ചെയ്തിട്ട്. സോ അത് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. മാർജിനൽ, പെറൈറ്റൽ, ആക്സൈൽ, ബേസൽ, ഫ്രീ സെൻട്രൽ. ഓക്കെ, മാർജിനൽ എന്താണ്? മാർജിനൽ പ്ലസൻറ്റേഷൻ. ദ പ്ലാസൻറ്റ ഫോംസ് എ റിഡ്ജ് along the ventral suture of the ovary and the ovules develop on it, making 2 separate rows. ഇപ്പോൾ പീ പ്ലാന്റിലൊക്കെ ഒരു റിഡ്ജ് പോലെ ഫോം ചെയ്ത് 2 റോസ് ഫോം ചെയ്യുന്നുണ്ട്. 2 റോസ്, അതിൻ്റെ റോയുടെ ഒരറ്റത്ത് ഇതുപോലെ സീഡ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കാം പീ പ്ലാന്റ്സിൽ. ഓക്കെ, ദ മാർജിനൽ പ്ലാസൻറ്റേഷൻ, ദ പ്ലാസൻറ്റ ഫോംസ് എ റിഡ്ജ് ലോങ് വിത്ത് ദ വെൻട്രൽ സ്യൂച്ചർ ഓഫ് ദി ഓവറി ആൻഡ് ദ ഓവ്യൂൾസ് ഡെവലപ്പ് ഓൺ ഇറ്റ്, മേക്കിംഗ് 2 സെപ്പറേറ്റ് റോസ്. 2, ഇപ്പോൾ പയറിൻ്റെ ഒക്കെ ഇത് പൊളിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാം 2 സെപ്പറേറ്റ് റോസ് ആയിട്ടാണ്. അതിൻ്റെ ആ ഒരു മാർജിനിൽ നമുക്കിങ്ങനെ സീഡ്സ് കാണാനായിട്ട് സാധിക്കും. പീ പ്ലാന്റ് ആണ് അതിൻ്റെ എക്സാമ്പിൾ. ഇനിയിപ്പോൾ പെറൈറ്റൽ പ്ലാസൻറ്റേഷൻ നോക്കുക. ദ പെറൈറ്റൽ പ്ലാസൻറ്റേഷൻ, ഒവ്യൂൾസ് റിമെയിൻ അറ്റാച്ച്ഡ് ടു ദി ഇന്നർ വോൾസ് ഓഫ് ദി ഓവറി. ഓവറിയുടെ ഇന്നർ വോൾസിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ചായിരിക്കും എന്താണ് ഒവ്യൂൾസ് കാണപ്പെടുന്നത്. കണ്ടോ, പെറൈറ്റൽ ഓവറിയുടെ ഇന്നർ വോളിൽ പറ്റിപ്പിടിച്ചായിരിക്കും കാണപ്പെടുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കട്ട് ചെയ്യുമ്പോൾ എല്ലാവരും നോക്കുക ഏതാണ് പ്ലാസൻറ്റേഷൻ. എല്ലാവരും അങ്ങനെ
നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസസിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. നമ്മളിങ്ങനെ ടെക്സ്റ്റിൽ പഠിക്കുന്നതിനേക്കാട്ടിലും നിങ്ങൾ ഒരു വെജിറ്റബിൾ കട്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട് കട്ട് ചെയ്യുമ്പോഴോ ഓക്കെ ഇത് ഞാൻ പഠിച്ചതിൽ ഏത് പ്ലാസൻറ്റേഷൻ ആണ് എന്നൊക്കെ എല്ലാവരും നോക്കുക. ഓക്കെ, അപ്പോൾ parietal placentation നമ്മൾ പറഞ്ഞു, ovules remain attached to the inner walls of the ovary and its example എന്താണ്, കുക്കുംബർ. അപ്പോൾ ഇനി കുക്കുംബർ കട്ട് ചെയ്യുമ്പോൾ നോക്കുക parietal placentation. Okay, then axile placentation. Axile placentation, the placenta lies on a central axis and the ovules are attached to it. The ovary is segmented by fibrous septa. Okay, axile placentation നോക്കുക, ridges and the axial placentation, the placenta lies on the central axis and the ovules are attached to it. The ovary is segmented by fibrous septa. Fibrous septas vadi ovaries segmented ആണ്. ഇവിടെ ovules present ആയിരിക്കുന്നു. ഓക്കെ, എന്താണ് അതിന് എക്സാമ്പിൾ? ആക്സൈൽ പ്ലാസൻറ്റേഷന് ചൈന റോസ്, ലെമൺ, ടൊമാറ്റോ. ഏതെങ്കിലും ഒന്നോ രണ്ടോ പഠിച്ചു വെക്കുക, ചൈന റോസും ലെമണും പഠിച്ചു വെക്കുക. ആൻഡ് നൗ basal placentation. In basal placentation, the placenta develops from its base and a single ovule is found attached to the base. So the placenta develops from its base. ബേസിലാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ആൻഡ് എ സിംഗിൾ ഒവ്യൂൾ ഇസ് അറ്റാച്ച്ഡ് ടു ദി ബേസ്. ആ ബേസിലൊരു സിംഗിൾ ഒവ്യൂൾ മാത്രമായിരിക്കും കാണുക. എന്താണ്, സൺഫ്ലവറും മാരിഗോൾഡും ഒക്കെ എക്സാമ്പിളാണ്. ഓക്കെ, ഇതിലൊരു സിംഗിൾ ഒവ്യൂൾ ആയിരിക്കും കാണുക, അത് ബേസിൽ നിന്നും റൈസ് ചെയ്യുന്നു. ആൻഡ് നൗ കംസ് ദ ഫ്രീ സെൻട്രൽ പ്ലാസൻറ്റേഷൻ. ഇൻ ഫ്രീ സെൻട്രൽ പ്ലാസൻറ്റേഷൻ the ovules are present on the central axis. Ovules central axis ലായിരിക്കും present ആയിരിക്കുന്നത്. There is no formation of septa. There is no formation of septa. നോക്കുക, സെപ്റ്റ ഒന്നും ഫോം ചെയ്തിട്ടില്ല. ഓക്കെ, ഫ്രീ സെൻട്രലിലായിരിക്കും ഫോം ചെയ്യുക, സെപ്റ്റാസ് ഉണ്ടാവില്ല. എക്സാമ്പിൾ എന്താണ്? ഡയാന്തസ്, പ്രിംറോസ്. ഡയാന്തസ് ഒക്കെ ഫ്ലവേഴ്സ് ആണ്. ഓക്കെ, നൗ the ഫ്രൂട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇറ്റ്സ് എ മെച്ചുവേർഡ് ആൻഡ് റൈപ്പൻഡ് ഓവറി ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ. അപ്പം നമ്മൾ പറഞ്ഞു ഫെർട്ടിലൈസേഷന് ശേഷം ഒവ്യൂൾസ് എന്തായി മാറും? സീഡ്സ് ആയി മാറും. ഓവറി എന്തായി മാറും? ഇറ്റ് വിൽ ബി എ ഫ്രൂട്ടായിട്ട് ഫോം ചെയ്യും. ഓക്കെ, ഇതിൽ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പാർത്തനോകാർപ്പിക് അശ്വിൻ ടീച്ചർ ഈ ചാപ്റ്ററിന് വെയിറ്റേജ് ഉള്ളതാണോ? തീർച്ചയായിട്ടും ഞാൻ ക്ലാസ് തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു, വളരെയധികം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലാണെങ്കിലും എൻട്രൻസിനാണെങ്കിലും വളരെയധികം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. എന്നാൽ അതുപോലെ ഡയഗ്രാംസ് ഒക്കെ ആണെങ്കിലും ചോദിക്കും. ഡയഗ്രാംസ് വരയ്ക്കാനാണെങ്കിലും എൻട്രൻസിനൊക്കെ ആണെങ്കിലും ഈ ഈസ്റ്റിവേഷൻ്റെ ഒക്കെ ഡയഗ്രാം അതേപോലെ തന്നെ ഇട്ട് കണ്ടിട്ടുണ്ട്. കുഴപ്പിക്കും, ചില സമയത്ത് നമ്മൾ നോക്കാതെ പോയാൽ കുഴപ്പിക്കുന്നതാണ്. അപ്പം വെയിറ്റേജ് ഉള്ളതാണ് അശ്വിൻ, പഠിക്കണം, തീർച്ചയായും പഠിച്ചിട്ട് പോകണം. ഡയഗ്രാംസ് നോക്കിയിട്ടേ പോകാവുള്ളൂ, പിന്നെ റിപ്പീറ്റ് ചെയ്യാണ്. എക്സാമ്പിൾസ് പഠിക്കുക, എക്സാമ്പിൾസിൽ നിന്ന് ക്വസ്റ്റ്യൻ ഇടും. ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്ലാന്റിൻ്റെ തന്നിട്ട് ചോദിക്കുമ്പോൾ കേഷ്യ അതിലേതാണ് ഈസ്റ്റിവേഷൻ എന്ന് ചോദിക്കാം, ഗുൾമോഹർ അതിലേതാണ് ഈസ്റ്റിവേഷൻ എന്ന് ചോദിക്കാം. അപ്പം നമ്മൾ എക്സാമ്പിൾസ് നെഗ്ലക്റ്റ് ചെയ്ത് ഡയഗ്രാംസ് നെഗ്ലക്റ്റ് ചെയ്ത് ഉറപ്പായിട്ടും ഇതിന് വെയിറ്റേജ് ഉള്ളതാണ്, പഠിച്ചിട്ട് പോവുക. ഓക്കെ, അപ്പം പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്. The fruit formed without fertilization, it makes seedless fruit. Example, pineapple. So fertilization നടക്കാതെ ഫോം ചെയ്യുന്നൊരു ഫ്രൂട്ട്, അതിനെയാണ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ ചോദിക്കാം. സോ ഇറ്റ് മേക്സ് സീഡ്ലെസ് ഫ്രൂട്ട്. അപ്പം ഫെർട്ടിലൈസേഷൻ നടന്നിട്ടില്ല, സോ ഇറ്റ് മേക്സ് സീഡ്ലെസ് ഫ്രൂട്ട്. എക്സാമ്പിൾ എന്താണ്? പൈനാപ്പിൾ. ഓക്കെ, പൈനാപ്പിൾ ആണ് example. Now the seed. After fertilization, the ovule develops into a seed. Ovule എന്തായി മാറും? സീഡായി മാറുന്നു. അപ്പം അതിൽ തന്നെ ഡൈക്കോട്ടിലിഡൻസ് സീഡ് ഉണ്ട്. ഡൈക്കോട്ടിലിഡൻസ് സീഡും മോണോകോട്ടിലിഡൻ സീഡും ഉണ്ട്. ഓക്കെ, ഡൈക്കോട്ട് സീഡ് എങ്ങനെയാണ് വരുന്നത്? ഇറ്റ്സ് മേഡ് അപ്പ് ഓഫ് സീഡ് കോട്ട് ആൻഡ് എംബ്രിയോ. ഒരു സീഡ് കോട്ടും ഉണ്ടാവും, അതിൻ്റെ അകത്ത് എന്തുണ്ടാവും? ഒരു എംബ്രിയോ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആ എംബ്രിയോയുടെ
പ്ലുമ്യൂൾ ഉണ്ട്, റാഡിക്കിൾ ഉണ്ട്. എംബ്രിയോയുടെ രണ്ട് ഭാഗങ്ങളാണ് പ്ലുമ്യൂൾ, റാഡിക്കിൾ. ഇത് രണ്ട് കോട്ട്ലിഡൻസ്. ഇത് കവർ ചെയ്യുന്ന സീഡ് കോട്ടാണ്. സീഡ് കോട്ടിൻ്റെ അകത്താണ് എംബ്രിയോ. ഓക്കെ, ഈ പ്ലുമ്യൂൾ എന്തായിട്ട് മാറും? ഷൂട്ട് സിസ്റ്റമായിട്ടും റാഡിക്കിൾ എന്തായി മാറും? റൂട്ട് സിസ്റ്റമായിട്ടും മാറുന്നതാണ്. ഓക്കെ, സോ ഡൈക്കോട്സിൽ the seed coat and embryo is present and seed coat has 2 layers. രണ്ട് ലെയർ ഉണ്ട്. സീഡ് കോട്ടിന് 2 ലെയർ ഉണ്ട്. ഔട്ടർ ടെസ്റ്റ ആൻഡ് ഇന്നർ ടെഗ്മെൻറ്റ്. ഔട്ടർ നമ്മളിപ്പോൾ കാണുന്നത്, ഈ ഗ്രാമിൽ കാണുന്നത് ഈ ഒരു ലെയർ എന്ന് പറയുന്നത് ടെസ്റ്റ. ഇതിൻ്റെ അകത്തുള്ളത് എന്താണ്? ടെഗ്മെൻറ്റ്. ഓക്കെ, ആൻഡ് ഹൈലം ഇസ് എ സ്കാർ ത്രൂ വിച്ച് സീഡ് ഇസ് അറ്റാച്ച്ഡ് ടു ദി ഓവറി. സീഡ് ഹൈലം കണ്ടോ? ഹൈലം ഇസ് എ സ്കാർ, ഒരു ചെറിയൊരു മാർക്ക് പോലെ. അതിൽ നിന്നാണ് ഓവറിയിലേക്ക് ഈ സീഡ്സ് അറ്റാച്ച്ഡ് ആയിട്ട് ഇരിക്കുന്നത്. ഓക്കെ, സ്മോൾ പോർ എബവ് ദ ഹൈലം ഇസ് കോൾഡ് മൈക്രോപൈൽ. സ്മോൾ പോർ എബവ് ഇസ് കോൾഡ് മൈക്രോപൈൽ. കണ്ടോ, ഒരു ചെറിയൊരു ഓപ്പണിങ് പോലെ വരുന്നത്. ഇതിൻ്റെ ചിലപ്പോൾ വരച്ച് മാർക്ക് ചെയ്യാനൊക്കെ ചോദിക്കാം സീഡിൻ്റെ. ഓക്കെ, then radicle and plumule are present at the 2 ends of embryonal axis. The radicle and plumule are present at the 2 ends of the embryonal axis. പിന്നെ അതുപോലെ ഡൈക്കോട്ട്ലിഡൻ സീഡും മോണോകോട്ട്ലിഡൻ സീഡും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാനും ചോദിക്കാം. അപ്പോൾ മോണോകോട്ട്ലിഡൻസ് സീഡാണ് നമ്മൾ നോക്കുന്നത്. The seed coat is fused to the fruit wall and membranous, and it is membranous. അപ്പം സീഡ് കോട്ട് ഫ്രൂട്ട് വോളുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ടാണ് കാണുന്നത്. കണ്ടോ, ഈ ഒരു ഡയഗ്രം സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണിത്. അടയാളപ്പെടുത്താൻ ചോദിക്കാം, ഇല്ലെങ്കിൽ വരച്ച് അടയാളപ്പെടുത്താനായിട്ട് പലപ്പോഴായിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. ഓക്കെ, ആൻഡ് ദ എംബ്രിയോ കൺസിസ്റ്റ് ഓഫ് 1 large കോട്ട്ലിഡൻ നോൺ എസ് സ്ക്യൂട്ടല്ലം. 1 large കോട്ട്ലിഡൻ. അപ്പോൾ ഇതിൽ മോണോകോട്ട്ലിഡൻ ആണ്. അപ്പം സിംഗിൾ കോട്ട്ലിഡൻ കോൾഡ് ആൻഡ് ഇറ്റ്സ് വെരി ലാർജ്. So it's called scutellum. Scutellum. Okay, കാണുന്നുണ്ടോ? Scutellum കാണുന്നുണ്ടോ? Okay. And there is a region, alluron. Alluron എന്ന് പറയുന്നത് ഒരു പ്രോട്ടീനേഷ്യസ് ആയിട്ടുള്ള ലെയർ ആണ്. It's the outermost layer of endosperm which separates the embryo. എംബ്രിയോയെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ലെയർ ഒരു പ്രോട്ടീനേഷ്യസ് ആയിട്ടുള്ള ലെയർ ആണ്. അത് ശ്രദ്ധിക്കുക, നോട്ട് ചെയ്യുക. alluron layer. alluron layer നോക്കൂ, പ്രോട്ടീനേഷ്യസ് ആയിട്ടുള്ളൊരു ലെയറാണ്. അപ്പം ഈ ഒരു സ്ട്രക്ചർ, ഇതിൻ്റെ എൻഡോസ്പേം, സ്ക്യൂട്ടല്ലം, കൊളിയോപ്റ്റൈൽ, കൊളിറൈസ. അപ്പം ഈ കൊളിയോപ്റ്റൈൽ, ഈ പ്ലുമ്യൂൾ കണ്ടോ, പ്ലുമ്യൂളിന് മേലുള്ള കൊളിയോപ്റ്റൈൽ ഇത് ഷൂട്ട് സിസ്റ്റമായി മാറുന്നു. ആൻഡ് റാഡിക്കലിനെ പൊതിഞ്ഞുള്ള കൊളിറൈസ എന്തായി മാറുന്നു? റൂട്ട് സിസ്റ്റമായി മാറുന്നു. ഓക്കെ, ഇതാണ് മോണോകോട്ട്ലിഡൻസിലുള്ള സീഡിൻ്റെ ഒരു സ്ട്രക്ചർ. അത് പലപ്പോഴും എനിക്ക് തോന്നുന്നു ഡൈക്കോട്ട് സീഡിനെക്കാട്ടിലും കൂടുതലായിട്ട് തവണ ചോദിച്ചിട്ടുള്ളത് മോണോകോട്ട്ലിഡൻ സീഡ്സ് ആണ്. ഓക്കെ, നൗ ഫ്ലോറൽ ഫോർമുല. നേരത്തെ ജിതിൻ ചോദിച്ച പോലെ ഫ്ലോറൽ ഫോർമുലയിലേക്ക് വരികയാണ്. ഫ്ലോറൽ ഫോർമുല എഴുതണമെങ്കിൽ അതിന് കുറച്ച് സിമ്പിൾസ് ഉണ്ട്. ആ സിമ്പിൾസിനെ കുറിച്ച് നമ്മൾ വ്യക്തമായി പഠിക്കണം. അപ്പം നിങ്ങൾക്ക് ആകെ ഇതിൽ 3 ഫാമിലീസിനെ കുറിച്ച് മാത്രമേ പഠിക്കാൻ തന്നിട്ടുള്ളൂ. സോളനേസിയെ, ഫാബേസിയെ ആൻഡ് ലിലിയേസിയെ. ഓക്കെ, ഇത് 3 എണ്ണേ ഉള്ളൂ. അതിൽ തന്നെ സോളനേസിയെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന 2 എണ്ണം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ലിലിയേസിയയും അതുപോലെ ഫാബേസിയയുമാണ്. ഓക്കെ, അതിൻ്റെ എന്തായാലും നോക്കിയിട്ട് പോവുക. ഫ്ലോറൽ ഫോർമുല ചോദിക്കും. ഫ്ലോറൽ ഫോർമുല തന്നിട്ട് ഇത് ഏത് പ്ലാന്റ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും ചോദിക്കുന്നുണ്ട്. ഓക്കെ, നൗ ഫ്ലോറൽ ഫോർമുലയിൽ BR എന്നുള്ളതിനെ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ബ്രാക്റ്റിയേറ്റ്. ബ്രാക്റ്റുകൾ ഉള്ളത്, ഫ്ലവേഴ്സിന് ബ്രാക്റ്റുകൾ ഉള്ളതിനെ ബ്രാക്റ്റിയേറ്റ് എന്ന്. K എന്ന സിമ്പിൾ എന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? കാലിക്സ്. C എന്നുള്ളത് കൊറോള. ഓക്കെ, P പെരിയാന്ത്. ഓക്കെ, A ആൻഡ്രീഷ്യം, G ഗൈനീഷ്യം. ദെൻ ജിയുടെ താഴെ ഒരു ക്യാപിറ്റൽ ജിയുടെ താഴെ ഒരു വരയിടുകയാണെങ്കിൽ അതിനെ സുപ്പീരിയർ ഓവറി. ജിയുടെ മുകളിലാണെങ്കിൽ നമ്മളൊരു ഇതിൽ നിന്ന് ഇൻഫീരിയർ ഓവറി. ദെൻ ദിസ് സിമ്പിൾ റിപ്രസെൻറ്റ്സ് മെയിൽ. ഇതറിയാലോ, ഈ സിമ്പിൾ എന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? മെയിൽ ആണെങ്കിൽ, മെയിൽ പ്ലാന്റ് ആണെങ്കിൽ. ആൻഡ് ഇത് ഫീമെയിൽ ആണെങ്കിൽ. ഓക്കെ, ആൻഡ് ബൈസെക്ഷൽ ഫ്ലവറെങ്കിൽ ഈ ഒരു സിമ്പിളാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഫ്യൂഷനെ കാണിച്ച്, അതായത് ഇപ്പം
സെപ്പൽസും അല്ലെങ്കിൽ പെറ്റൽസും ഒക്കെ ഫ്യൂസ്ഡ് ആയിട്ടാണ് കാണപ്പെടുന്നതെങ്കിൽ ഈ ഒരു സിമ്പിൾ ഈ ബ്രാക്കറ്റ്സ് വിതിൻ ബ്രാക്കറ്റ്സ് ആയിരിക്കും നമ്മൾ കാലിക്സ് ബ്രാക്കറ്റ് ഉണ്ടാവും. ഓക്കെ, ഇപ്പം കണ്ടോ കൊറോള ഫ്യൂസ്ഡ് ആണെങ്കിൽ ഈ ഒരു സിമ്പിൾസ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ വെറുതെ കെ കൊണ്ട് കാലിക്സ് റെപ്രസെൻ്റ് ചെയ്യും. ഓക്കെ, ആൻഡ് നൗ ആക്ടിനോമോർഫിക് സിമെട്രി ഏതാണെന്നുള്ളതിനെ വെച്ചിട്ട് നമ്മൾ പറഞ്ഞു ആക്ടിനോമോർഫിക് ആൻഡ് സൈഗോമോർഫിക്. ആക്ടിനോമോർഫിക് എന്തായിരുന്നു ഒന്നുകൂടെ പറയാം, ഏത് പ്ലെയിനിൽ കട്ട് ചെയ്താലും നമുക്ക് ഈക്വൽ ഹാഫ്സ് കിട്ടും. എന്നാൽ സൈഗോമോർഫിക്കിൽ ഒരു സിംഗിൾ പ്ലെയിനിലൂടെ മാത്രം കട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഈക്വൽ ഹാഫ്സ് ആയിട്ട് കിട്ടുകയുള്ളൂ. അപ്പം സൈഗോമോർഫിക്കിൻ്റെ ഈ ഒരു കണ്ടില്ലേ ഒരു പെർസെൻറ്റേജ് പോലെയുള്ള ഒരു സിമ്പിളാണ്. നോക്കുക, ആക്ടിനോമോർഫിക്കിൻ്റെ ശ്രദ്ധിക്കുക, ഇത് തമ്മിൽ തിരിഞ്ഞു പോകരുത്. ഫ്ലോറൽ ഫോർമുല എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിലേതെങ്കിലും ഒരു സിമ്പിൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ ഒരെണ്ണം ഇപ്പോൾ ഈ ജിയുടെ മേലൊരു വരയിടാൻ മറന്നു പോയാലും മതി, നിങ്ങൾക്ക് മാർക്ക് കംപ്ലീറ്റ് പോകും. അല്ലെങ്കിൽ ബാക്കിയെല്ലാം കറക്റ്റാണ്, ഇത് മാത്രം തെറ്റി എന്നുള്ളത് വെച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ അതുകൊണ്ട് ഫ്ലോറൽ ഫോർമുല എഴുതി തന്നെ പഠിക്കുക. വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, എഴുതി തന്നെ പഠിക്കുക. ആൻഡ് ദിസ് റെപ്രസെൻറ്റ്സ് അദഷൻ. യോജിച്ചിട്ടാണെങ്കിൽ അദഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഈ ഒരു സിമ്പിൾ. അപ്പോൾ ബ്രാക്ടിയേറ്റ്സ് പ്രസൻ്റ് ആണെങ്കിൽ BR എന്നുള്ളൊരു സിമ്പിൾ വരുന്നുണ്ട്. K for കാലിക്സ് ആൻഡ് C for കൊറോള, P for പെരിയാന്ത്. പിന്നെ ആൻഡ്രീഷ്യം റെപ്രസെൻ്റ് ചെയ്യുന്നത് A എന്ന സിമ്പിൾ കൊണ്ടാണ്, ഗൈനീഷ്യം G എന്ന സിമ്പിൾ കൊണ്ടാണ്. പിന്നെ സുപ്പീരിയർ ഓവറി, ഇൻഫീരിയർ ഓവറി, മെയിൽ, ഫീമെയിൽ പ്ലാന്റ്സ്, ബൈസെക്ഷൽ, ഫ്യൂഷൻ, ആക്ടിനോമോർഫിക്, സൈഗോമോർഫിക് ആൻഡ് അദഷൻ. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് ഫാമിലി തന്നേക്കുന്നത് ഫാബേസിയയാണ്. ഫാബേസിയ അല്ല ലെഗുമിനേസിയ എന്നൊക്കെ നമ്മൾ പറയുന്ന, പാപ്പിലോണേസിയ എന്നൊക്കെ പറയുന്ന ഫാമിലിയാണ്. ഇപ്പോൾ അത് ഫാബേസിയ എന്നാണ് കൂടുതലും അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഒരു ഫ്ലോറൽ ഫോർമുല നോക്കുക. അപ്പോൾ ഫാബേസിയയിൽ എന്താണ്, നമ്മുടെ പയർ വർഗ്ഗങ്ങളിൽ പെടുന്ന ചെടികളൊക്കെയാണ്, ലെഗ്യൂമിനസ് ആയിട്ടുള്ള പ്ലാന്റ്. അതുകൊണ്ടാണ് ലെഗ്യൂമിനേസിയ എന്നൊക്കെ പറയുന്നത്. അതുപോലെ തൊട്ടാവാടി അങ്ങനെയുള്ള ചെടികളൊക്കെ വരുന്നത് ഫാബേസിയ ഫാമിലിയിലാണ്. ഗുൾമോഹർ അങ്ങനെയുള്ളത്. ഫാബേസിയയ്ക്ക് തന്നെ വേറെ ഡിവിഷൻസ് ഉണ്ട്, നമുക്ക് അതൊന്നും പഠിക്കാനില്ല. നിങ്ങൾക്ക് ആകെ പഠിക്കാനുള്ളത് എന്താണ്, ഫ്ലോറൽ ഫോർമുല പഠിക്കാനുണ്ട്. അതുപോലെ എന്താണ് അതിൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ്, ഇത് പഠിച്ചു വയ്ക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ ഈ ഫ്ലോറൽ ഫോർമുല മാത്രം തന്നിട്ട്, അങ്ങനെ ചോദ്യങ്ങൾ വരാറുണ്ട്, ഫ്ലോറൽ ഫോർമുല മാത്രം തന്നിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയാം, അല്ലെങ്കിൽ ഫാബേസിയയുടെ ഫ്ലോറൽ ഫോർമുല എഴുതുക എന്ന് പറഞ്ഞിട്ട് ചോദിക്കാം. പിന്നെ എക്കണോമിക് ഇമ്പോർട്ടൻസ്, ഈ ഫാമിലിയെക്കുറിച്ച് എഴുതാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് എഴുതുക. കഴിവതും എക്കണോമിക് ഇമ്പോർട്ടൻസ് എഴുതുമ്പോൾ ഓരോന്നിനും അതിന് എക്സാമ്പിൾസ് കൊടുക്കാൻ ഇപ്പം സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും നന്നായിരിക്കും. ഓക്കെ, അപ്പം ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. പക്ഷേ നിങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, ഫ്ലോറൽ ഫോർമുല കറക്റ്റായി പഠിക്കുക. ഇതിൽ ഒരെണ്ണമെങ്കിലും തെറ്റിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. ഓക്കെ, നോക്കുക, ഫ്ലോറൽ ഫോർമുല കണ്ടോ, കാലിക്സ് യുണൈറ്റഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന കണ്ടോ, കാലിക്സ് 5. ഓക്കെ, ദെൻ ഇത് സൈഗോമോർഫിക് ദിസ് ഈസ് എ ബൈസെക്ഷലിൻ്റെ സിമ്പിൾ നിങ്ങളിപ്പോൾ തിരിച്ചറിയുന്നല്ലോ. ഇത് മാത്രമേ ഉള്ളെങ്കിൽ മെയില്, ഫീമെയിൽ. ഇപ്പോൾ ഇത് ബൈസെക്ഷൽ ആണ്. കാലിക്സ് നോക്കുക, കാലിക്സ് ഇതിൽ 5 എണ്ണം യുണൈറ്റഡ് ആണ്. കൊറോള നോക്കുക, കൊറോള 1, 2, പിന്നെ അതിൽ 3 എണ്ണം ഫ്രീ ആണ്, ഇതിൽ 2 എണ്ണമാണെങ്കിൽ യുണൈറ്റഡ് ആണ് കൊറോള. ഓക്കെ, അങ്ങനെ ഒരു വേർതിരിവാണ് ഇതിന് വരുന്നത്. ഇതിൽ നമ്മൾ പറഞ്ഞു അങ്ങനെ വരുന്ന ഒരു ഈസ്റ്റിവേഷൻ ഏതാണ്, വെക്സിലറി ഈസ്റ്റിവേഷനാണ് നമ്മൾ കണ്ടായിരുന്നു. വെക്സിലറി ഈസ്റ്റിവേഷനിൽ ഒരു സ്റ്റാൻഡേർഡ് പെറ്റൽ, അത് കഴിഞ്ഞ് 2 വിങ് ലാറ്ററൽ പെറ്റൽസ് ഉണ്ട്, അത് 2 ഫ്യൂസ്ഡ് ആയിട്ടുള്ള ചെറിയ കീൽ പെറ്റൽസ് ഉണ്ട്. നിങ്ങളത് ശ്രദ്ധിച്ചെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതാണ് ഈ ഒരു ഇത്, 1 സ്റ്റാൻഡേർഡ് പെറ്റൽ, 2 ലാറ്ററൽ പെറ്റൽസ്, 2 ഫ്യൂസ്ഡ് ആയിട്ടുള്ള കീൽ പെറ്റൽസ്. ഇതാണ് കൊറോള. അപ്പോൾ 2 എണ്ണം മാത്രമേ ഇതിൽ ഫ്യൂസ്ഡ് ആയിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് തന്നെ എഴുതുക, അല്ലാതെ 5 എണ്ണം ഉണ്ടെന്ന് വെച്ചിട്ട് 5 എണ്ണം വെറുതെ എഴുതി വെക്കുകയല്ല. അത് എഴുതേണ്ടതിനായിട്ടുള്ള ഒരു രീതിയുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈസ്റ്റിവേഷനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ 1 സ്റ്റാൻഡേർഡ്, 2 ലാറ്ററൽ, 2 കീൽ പെറ്റൽസ് എന്താണ്, ജോയിൻ്റ് ആണ്. നോക്കുക, ആൻഡ്രീഷ്യം 9 എണ്ണം ഫ്യൂസ്ഡ് ആണ്. സിമ്പിൾ നോക്കുക, ഫ്യൂസ്ഡ് ആണ്. ആൻഡ് 1 എണ്ണം സെപ്പറേറ്റ് ആണ്. ഓക്കെ, ആൻഡ് ഗൈനീഷ്യം നോക്കുക, ഗൈനീഷ്യം 1 എണ്ണം ആണുള്ളത്.
okay, and inferior, superior. So this family was earlier known as Papilionaceae എന്നാണ്, Papilionaceae, and herbs, shrubs, tree, root with nodules. ഞാൻ പറഞ്ഞു root modification, root nodules ആയിട്ട് കാണുന്നത് എവിടെയാണ്? പീ പ്ലാന്റിലാണ് കൂടുതലും. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ്? നൈട്രജൻ ഫിക്സേഷൻ. സോ പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീവ്സ് വിത്ത് റെറ്റിക്കുലേറ്റ് വീനേഷൻ. അപ്പോൾ ഇതിൻ്റെ ലീവ്സ് എങ്ങനെയാണ് കാണപ്പെടുന്നത് എന്നും, അപ്പോൾ നമ്മളൊരു ഫാമിലിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഇതെല്ലാം എഴുതണം. പിന്നേറ്റ്ലി കോമ്പൗണ്ട് ആയിട്ടുള്ള ലീവ്സ് ആണ്. പിന്നേറ്റ്ലി കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ലോട്ട് ഓഫ് ലീഫ്ലെറ്റ്സ് എറൈസ് ചെയ്യുന്ന, അല്ലേ? പിന്നേറ്റ്ലി കോമ്പൗണ്ട് റാച്ചസിൽ നിന്ന് ലോട്ട് ഓഫ് ലീഫ്ലെറ്റ്സ് എറൈസ് ചെയ്യുന്ന, ഡിഫറെൻറ്റ് പോയിന്റ്സിൽ നിന്ന് എറൈസ് ചെയ്യുന്നത്, വിത്ത് റെറ്റിക്കുലേറ്റ് വീനേഷൻ. അപ്പം ഇതൊരു ഡൈക്കോട്ട് പ്ലാന്റ് ആണ്, അതാണ് റെറ്റിക്കുലേറ്റ് വീനേഷൻ കാണുന്നത്. ആൻഡ് എക്കണോമിക് ഇമ്പോർട്ടൻസ് പറയുമ്പോൾ പ്ലാന്റ്സ് ബിലോങ്ങിങ് ടു ദിസ് ഫാമിലി ആർ ദ സോഴ്സസ് ഓഫ് പൾസസ് ലൈക്ക് ഗ്രാം, ബീൻ. ഓക്കെ, പൾസസ്, ഇപ്പോൾ പി ഫാമിലി എന്ന് പറഞ്ഞാൽ പൾസസ് ആണ്, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള പൾസസ് വരുന്നത് ഈ ഒരു ഫാബേഷ്യ ഫാമിലിയിലാണ്. പിന്നെ അതുപോലെ എഡിബിൾ ഓയിൽസ്, എഡിബിൾ ഓയിൽസിൻ്റെ ഒരു സോഴ്സാണ് ഈ ഒരു ഫാമിലി. ഏതൊക്കെയാണ്? ഗ്രൗണ്ട്നട്ട്, സോയാബീൻ ഒക്കെ ഫാബേഷ്യ ഫാമിലിയാണ്. കൂടാതെ എന്താ ഈസ്തറ്റിക് പർപ്പസും ഇപ്പം ഗുൽമോഹർ പോലെയുള്ള ചെടികളൊക്കെ ഈസ്തറ്റിക് പർപ്പസിനും വരുന്നുണ്ട്. അങ്ങനെയുള്ളൊരു എക്കണോമിക് ഇമ്പോർട്ടൻസ് ആണ്. അപ്പം മെയിനായിട്ടും വരുന്നത് പൾസസ് എന്നുള്ളതാണ്. പിന്നെ അതുപോലെ എഡിബിൾ ഓയിൽ. ഓക്കെ, അപ്പം ഇതിൻ്റെ ഫ്ലോറൽ ഫോർമുല ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഫാമിലിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഇതിൻ്റെ റൂട്ട് മോഡിഫിക്കേഷൻസ്, അതിൻ്റെ പ്രത്യേകതകൾ പറയുക. റൂട്ട് നൊഡ്യൂൾസ് എന്തിനു വേണ്ടിയിട്ടാണ്? നൈട്രജൻ ഫിക്സേഷന് വേണ്ടിയിട്ടാണെന്നും കൂടി നിങ്ങൾക്ക് എഴുതി വെക്കാം. പിന്നെ പിന്നേറ്റ്ലി കോമ്പൗണ്ട് ആയിട്ടുള്ള ലീവ്സ് വിത്ത് റെറ്റിക്കുലേറ്റ് വീനേഷൻ, പിന്നെ അതുപോലെ എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതും പറയുക. ഓക്കെ, അടുത്തത് സോളനേസിയെ. ഓക്കെ, സോളനേസിയെ നോക്കുക. അതിൻ്റെ ഫ്ലോറൽ ഫോർമുല നോക്കിക്കേ. ആക്ടിനോമോർഫിക്, ദെൻ ബൈസെക്ഷൽ ആണ്. കാലിക്സ് 5 എണ്ണമുണ്ട്, കണ്ടോ? കാലിക്സ് 5 എണ്ണമുണ്ട്. ഫ്യൂസ്ഡ് ആണ്. കൊറോളയും ആൻഡ്രീഷ്യവും അദസ് എന്ന് വെച്ചാൽ ജോയിൻ ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ പറഞ്ഞു ജോയിനിങ്, അദഷനെ കുറിക്കുന്ന സിമ്പലാണിത്. ദെൻ കാലിക്സ് 5 എണ്ണമുണ്ട്, ഫ്യൂസ്ഡ് ആണ്. ആൻഡ്രീഷ്യം ഫ്രീ ആണ്, അതാണ് ബ്രാക്കറ്റ്സ് ഇല്ലാത്ത. ആൻഡ്രീഷ്യം 5 എണ്ണമുണ്ട്, ഫ്രീ ആണ്. ആൻഡ് ഗൈനീഷ്യം 2 എണ്ണമുണ്ട്, ഇവിടെ 2 എണ്ണമുണ്ട്. ഓക്കെ, സോ ഇതാണ് സോളനേസി അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ബട്ട് സ്റ്റിൽ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ചിലപ്പോൾ ഫ്ലോറൽ ഫോർമുല തന്നിട്ട് പെട്ടെന്ന് ഏതാണ് ഫാമിലി എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. ആൻഡ് ദ പ്ലാന്റ് ബോഡി herbs or shrubs, rarely small trees, commonly known as potato family. പൊട്ടേറ്റോ ഫാമിലി എന്നാണ് ഈ സോളനേസിനെ കൂടുതലും പറയുന്നത്. പൊട്ടേറ്റോസ് അതുപോലെ ചില്ലിയൊക്കെ ഈ ഒരു ഫാമിലിയിൽ വരുന്നതാണ്. ഓക്കെ, ഇവിടെയും റെറ്റിക്കുലേറ്റ് വീനേഷൻ ആണ്. അപ്പം ഇതിൻ്റെ ഒരു എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ മെനി ആർ സോഴ്സ് ഓഫ് ഫുഡ്. ഇപ്പോൾ പൊട്ടേറ്റോ, ടൊമാറ്റോ ഇതൊക്കെ സോളനേസിയയിൽ വരുന്നതാണ്. ബ്രിഞ്ചാൾ, സ്പൈസസ് ലൈക്ക് ചില്ലി. അപ്പോൾ ഇതിൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ മെനി ഓഫ് ദം ആർ സോഴ്സ് ഓഫ് ഫുഡ്. അപ്പം പൊട്ടേറ്റോ, ടൊമാറ്റോ, ചില്ലി, സ്പൈസസ് ഇതെല്ലാം ഇതിന് എക്സാമ്പിളാണ്. അടുത്തത് ലിലിയേസി ഇമ്പോർട്ടൻ്റ് ആണ്, കുറച്ച് പ്രത്യേകതകൾ ഉള്ളതാണ്. ഇതിൽ ബ്രാക്റ്റിയേറ്റ് ആണ്. നോക്കുക, ഫ്ലോറൽ ഫോർമുല നോക്കുക, ബ്രാക്റ്റിയേറ്റ് ആയിട്ടുള്ളതാണ്. ഓക്കെ, ആൻഡ് ആക്ടിനോമോർഫിക്, ബൈസെക്ഷൽ, പെരിയാന്തുണ്ട്. അപ്പം നമ്മൾ ബാക്കി 2 ഫാമിലിയും ഡിസ്കസ് ചെയ്തതിൽ ബ്രാക്റ്റും വരുന്നില്ല, എബ്രാക്റ്റിയേറ്റ് ആണ്. പെരിയാന്തുണ്ട്. പെരിയാന്ത് എങ്ങനെയാണ്? 3 എന്നുള്ള ഒരു ഡിവിഷനിലാണ് വരുന്നത്, അത് ഫ്യൂസ്ഡ് ആണ്. ആൻഡ്രീഷ്യം എങ്ങനെയാണ്? 3+3 ആണ് വരുന്നത്. ആൻഡ് ഗൈനീഷ്യം 3 ഫ്യൂസ്ഡ്. 3 എണ്ണം ഉണ്ട് ഇതിൽ, ഫ്യൂസ്ഡ് ആണ്. ഓക്കെ, അപ്പം ബ്രാക്റ്റിയേറ്റ് ഉണ്ട്. ഇതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഇതാണ്. ബ്രാക്റ്റിയേറ്റും പെരിയാന്തും നമ്മൾ ഈ ഒരു ഫാമിലിയിലാണ് നമ്മൾ കാണുന്നത്, ലിലിയേസിയ ഫാമിലിയിലാണ് കാണുക. ലിലിയേസിയ ഫാമിലി എന്ന് പറയുമ്പോൾ ലില്ലി ഉൾപ്പെടുന്ന ഓർക്കിഡ്സ്, ലില്ലി ഈ വക പ്ലാന്റ്സ് എല്ലാം വരുന്നത് ലിലിയേസിയ ഫാമിലിയിലാണ്. ഓക്കെ, അപ്പം ആക്ടിനോമോർഫിക് ആണ്, ബൈസെക്ഷൽ ആണ്. പെരിയാന്ത് കാണുന്നു, ആൻഡ് ഇവിടെ ഒരു അദഷൻ നടക്കുന്നു. പെരിയാന്തും ആൻഡ്രീഷ്യവും അദസ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ജോയിൻ ചെയ്തിരിക്കുന്നു, അതാണ് ഈ അദഷനെ കുറിക്കുന്ന സിമ്പലാണ്. വീണ്ടും ഓർക്കുക.
അപ്പം ആൻഡ്രീഷ്യം എങ്ങനെയാണ്, ഗൈനീഷ്യം എങ്ങനെയാണ് നോക്കുക. ഗൈനീഷ്യം ഫ്യൂസ്ഡ് ആണ്, 3 എണ്ണമാണ് കാണുന്നത്. ഓക്കെ, കോമൺലി നോൺ ആസ് ലില്ലി ഫാമിലി. അപ്പം ഓരോ ഫാമിലിയും റെപ്രസെൻ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്ലാന്റ് ഉണ്ടാവും. ഫാബേസിയയിൽ അത് പീ പ്ലാന്റ്, പിസം സെറ്റൈവമാണ്. ആൻഡ് സോളനേസിയയിൽ അത് പൊട്ടറ്റോ ആണ്. നമ്മുടെ ഇവിടേക്ക് വരുമ്പോൾ അത് ലില്ലിയാണ്. അപ്പോൾ ലില്ലി ഫാമിലി എന്ന് നമ്മൾ വിളിക്കും. ആൻഡ് മോണോകോഡ്സ്, പെരനിയൽ ഹെർബ്സ്, ലീവ്സ് alternate with parallel variation. Leaves are alternate with parallel variation. അണ്ടർഗ്രൗണ്ട് ബൾബ്സ് ആയിരിക്കും. അപ്പം ലില്ലി ഒക്കെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം അതിനൊരു ബൾബ് ലൈക്ക് സ്ട്രക്ചർ. ലില്ലി അല്ലെങ്കിൽ വേറൊരു പ്ലാന്റിൻ്റെ ഹെഡീച്ചിയം, കല്യാണ സൗഗന്ധികം എന്നൊക്കെ പറയും. കല്യാണ സൗഗന്ധികം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഗ്ലോറിയോസ സൂപ്പർബ, മേന്തോന്നി പൂ എന്നൊക്കെ പറയും. ഇതെല്ലാം ലിലിയേസിയ ഫാമിലിയിൽ പെടുന്നതാണ്. അപ്പം ഇതിൻ്റെയൊക്കെ നോക്കുമ്പോൾ ഒരു ബൾബ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. ഓർക്കിഡ്സിൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം ഒരു ബൾബ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. അണ്ടർഗ്രൗണ്ട് ബൾബ് ലൈക്ക് സ്ട്രക്ചർ, കോംസ് ഓർ റൈസോംസ്. Okay, then flowers are bisexual, actinomorphic. Sepals and petals are absent. ശ്രദ്ധിക്കുക, sepals and petals are absent. അതിന് പകരം ഇവിടെ എന്താണ്? പെരിയാന്ത് ആണ്. പെരിയാന്ത് ആൻഡ് ആൻഡ്രീഷ്യം അഡ്രസ് ചെയ്തിരിക്കുന്നു. ഇറ്റ് ഇൻക്ലൂഡ്സ്, ഇപ്പോൾ ഇതിൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്താണ്? ഇറ്റ് ഇൻക്ലൂഡ്സ് ഓർണമെൻ്റൽ പ്ലാന്റ്സ് ലൈക്ക് ട്യുലിപ്പ് എന്ന് പറയുന്ന ഫ്ലവർ ഒക്കെ എല്ലാവരും കണ്ടിട്ടില്ലേ? ട്യുലിപ്പ്. പിന്നെ മെഡിസിനൽ പ്ലാന്റ്സും ഉണ്ട് ഇതിൽ. അലോവേരയൊക്കെ ലിലിയേസിയ ഫാമിലിയിലാണ്. അലോയ്ക്കൊക്കെ വളരെയധികം മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉള്ള പ്ലാന്റ് ആണ്. ആൻഡ് വെജിറ്റബിൾ, കോൾഷിക്കൈൻ ഒക്കെ ലിലിയേസിയ ഫാമിലിയിൽ വരുന്നതാണ്. ഓക്കെ, ഇനിയിപ്പം കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. മുൻ വർഷങ്ങളിലൊക്കെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നെയിം ഓഫ് ദി 3 പ്ലാന്റ്സ് ആർ ഗിവൺ ബിലോ, റൈസോപോറ, ബൊഗെയിൻവില്ല ആൻഡ് പി. നെയിം ദ മോഡിഫിക്കേഷൻസ് സീൻ ഇൻ ദിസ് പ്ലാന്റ്സ് ആൻഡ് റൈറ്റ് ദെയർ ഫങ്ഷൻസ്. അപ്പോൾ റൈസോപോറ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. റൈസോപോറ, ബൊഗെയിൻവില്ല, പി. റൈസോപോറയിൽ എങ്ങനെയാണ്? ന്യൂമാറ്റോഫോർ ആണ്. ന്യൂമാറ്റോഫോർ എന്താണ്? റൂട്ട് മോഡിഫിക്കേഷൻ ആണ്. ഇറ്റ് ഹെൽപ്സ് ഇൻ റെസ്പിറേഷൻ. ആൻഡ് ബൊഗെയിൻവില്ലയിൽ എന്താണ്? തോൺ മോഡിഫിക്കേഷൻ ആണ്. അത് തോൺ ആയിട്ട് ലീഫ് മോഡിഫിക്കേഷൻ ആണ്. ഇറ്റ് ആക്ട് ആസ് എ ഡിഫൻസ് സ്ട്രക്ചർ, ഒരു ഡിഫൻസ് സ്ട്രക്ചർ. അപ്പം മൃഗങ്ങളിൽ നിന്നും ഒക്കെ മറ്റും അനിമൽസിൽ നിന്നൊക്കെ ഇതിനെ രക്ഷിക്കുന്നത് ഈ ഒരു തോൺ ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ്. അപ്പോൾ അത് ലീഫ് മോഡിഫിക്കേഷൻ ആണ്. പിയും ലീഫ് മോഡിഫിക്കേഷൻ ആണ്. ലീഫ് ടെൻഡ്രിൽസ് ആയിട്ട് ഫോം ചെയ്തിരിക്കുന്നു. ഹെൽപ്സ് ഇൻ ക്ലൈംബിങ്. എന്താണ് അതിൻ്റെ ഒരു ഇത്? ക്ലൈംബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പി പ്ലാന്റിനെ സഹായിക്കുന്നത്. റൈസോപോറ എന്തിനു വേണ്ടിയിട്ടാണ്? റെസ്പിറേഷന് വേണ്ടി. അത് റൂട്ട് മോഡിഫിക്കേഷൻ ആണ്. ഓക്കെ, റൈറ്റ് ദ പെക്യൂലിയാരിറ്റീസ് ഓഫ് ഗൈനീഷ്യം സീൻ ഇൻ സോളനേസിയ ആൻഡ് ഫാബേസിയ. ഓക്കെ, കണ്ടില്ലേ? ഇതുപോലെയുള്ള ഗൈനീഷ്യത്തിൻ്റെ ഒക്കെ പ്രത്യേകതകൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഫ്ലോറൽ ഫോർമുല തറമായിട്ട് പഠിക്കുക. ഓക്കെ, സോളനേസിയയും ഫേബേസിയയും കമ്പയർ ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്ലോറൽ ഫോർമുല, ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഫ്ലോറൽ ഫോർമുലയും എഴുതി വെക്കാൻ ശ്രമിക്കുക. ആൻഡ് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന പ്ലാന്റ്സിനെ കുറിച്ച് കൂടി മെൻഷൻ ചെയ്യുക. ഏതൊക്കെ പ്ലാന്റ്സ് ആണ് അതിലുള്ള, ആ ഫാമിലിയിലുള്ളതെന്നും പറയുക. അപ്പം സോളനേസിയയുടെ ഗൈനീഷ്യത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ബൈകാർപ്പിലറി, സിൻകാർപ്പസ്, സുപ്പീരിയർ ഓവറി വിത്ത് അതിൻ്റെ പ്ലാസൻറ്റേഷനും എഴുതുക. ആക്സൈൽ പ്ലാസൻറ്റേഷൻ. ഓക്കെ, ഫാബേസിയ മോണോകാർപ്പിലറി, സുപ്പീരിയർ ആയിട്ടുള്ള ഓവറിയാണ്. സുപ്പീരിയർ ഓർ ഹാഫ് ഇൻഫീരിയർ. അപ്പോൾ സോളനേസിയ അല്ലെങ്കിൽ ഫാബേസിയ എന്നൊക്കെ പറയുന്ന ഫാമിലിയിൽ ഈ നമ്മൾ കണ്ട 1-2 ചെടിയൊന്നും മാത്രമല്ല, ഒരുപാട് ചെടികളുണ്ടാവും. അപ്പോൾ അതിൽ ചില പ്ലാന്റ്സിൽ സുപ്പീരിയർ ഓവറി ആകാം, ചില പ്ലാന്റ്സിൽ ഇൻഫീരിയർ ഓവറി ആകും. ഇറ്റ് ഡിപ്പെൻഡ്സ്. ഓവറി വിത്ത് മാർജിനൽ പ്ലാസൻറ്റേഷൻ, സ്പെഷ്യൽ മോഡിഫിക്കേഷനും ചിലതിൽ കാണാം. അപ്പം നമ്മൾ ഈ കണ്ട പീ പ്ലാന്റോ ഈ ഒരു പൊട്ടറ്റോ ഒന്നും മാത്രമല്ല, അതിന് മേളിലുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ സുപ്പീരിയർ ആവാം, ഹാഫ് ഇൻഫീരിയർ ആവാം ഫേബേസിയൽ. പക്ഷേ സോളനേസിയയിൽ എപ്പോഴും സുപ്പീരിയർ ആയിട്ടുള്ള ഓവറിയാണ് കാണുന്നത്. ഓക്കെ, ഇതിൻ്റെ പ്ലാസൻറ്റേഷനും ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അടുത്തൊരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. കെലോട്രോപ്പിസ്, ചൈന റോസ്, കാഷ്യ, പി. അപ്പുറത്ത് വെക്സിലറി, വാൽവേറ്റ്, ട്വിസ്റ്റഡ്, ഇംബ്രിക്കേറ്റ്. ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പോൾ എക്സാമ്പിൾസ് തന്നിട്ട് ഏത് ഈസ്റ്റിവേഷൻ ആണ് എന്ന് ചോദിക്കാം, ഇതുപോലെ മാച്ച് ചെയ്യാനാണെങ്കിലും. അപ്പം നിങ്ങൾ എല്ലാ എക്സാമ്പിൾസും പഠിച്ചു വെക്കുക. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കില്ല. അപ്പം കെലോട്രോപ്പിസിൽ എന്താണ് നമ്മൾ പറഞ്ഞു? വാൽവേറ്റ്, ജസ്റ്റ് പെറ്റൽസും സെപ്പൽസും ഒക്കെ ടച്ച് ചെയ്ത് പോകുന്നതാണ്. ചൈന റോസിൽ ട്വിസ്റ്റഡ് ഓർ വാൽവേറ്റ് ആവാം. ചൈന റോസിൽ ഇത് രണ്ടും കാണാം, ചിലപ്പോൾ ട്വിസ്റ്റഡ് ആവാം, ചിലപ്പോൾ വാൽവേറ്റ് ആവാം. ആൻഡ് കാഷ്യ, ഇംബ്രിക്കേറ്റ് ഓർ വാൽവേറ്റ്. കാഷ്യ എന്താണ്? കണിക്കൊന്നയിൽ ഇംബ്രിക്കേറ്റ് ആവാം അല്ലെങ്കിൽ വാൽവേറ്റ് ഈസ്റ്റിവേഷൻ ആവാം. പിന്നെ പി പ്ലാന്റിൽ വെക്സിലറി അല്ലെങ്കിൽ
വാൽവേറ്റ്. വെക്സിലറി നമ്മൾ ലാസ്റ്റ് പഠിച്ച അതിൽ വലിയൊരു ഡൗട്ടിൻ്റെ ആവശ്യമില്ല, വെക്സിലറി തന്നെയായിരിക്കും മിക്കപ്പോഴും, പക്ഷെ ചില സമയത്ത് വാൽവേറ്റ് ഈസ്റ്റിവേഷനും കാണിക്കാം. Then the arrangement of flowers on the floral axis is called inflorescence. അതും ഓർത്ത് വയ്ക്കുക. Okay, observe the terms given below: vexillary, axile, marginal, imbricate, basal, valvate. Identify the 3 kinds of placentation from the above. Explain them. So 3 kinds of placentation. ഇങ്ങനെ കുറച്ച് ടേംസ് തന്നേക്കാണ്. അപ്പോൾ നിങ്ങൾ ഈസ്റ്റിവേഷനും കറക്റ്റായിട്ട് പഠിക്കണം, പ്ലാസൻറ്റേഷനും കറക്റ്റായിട്ട് പഠിക്കണം. എങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് ഏതാണ് പ്ലാസൻറ്റേഷൻ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനെങ്കിലും പറ്റൂ. ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതേക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റൂ. എഴുതുമ്പോൾ അതിൻ്റെ ഡയഗ്രാംസ് വരയ്ക്കാനായിട്ട് മറക്കരുത്. ഓക്കെ, ആക്സൈൽ, മാർജിനൽ, ബേസൽ, അതാണ് ഇതിൽ തന്നിട്ടുള്ള പ്ലാസൻറ്റേഷൻ. ബാക്കി വെക്സിലറി ഒക്കെ എന്താണ്? വെക്സിലറിയും വാൽവേറ്റും ഒക്കെ ഈസ്റ്റിവേഷനാണ്. സോ ആക്സൈൽ, the placenta is axial and ovules are attached to it. Marginal, ovules are arranged on margins of single chambered carpel. Basal, in this placenta at the base of ovary and a single ovule is arranged. നമ്മൾ ബേസിൽ പറഞ്ഞിരുന്നു സിംഗിൾ ഒരു ഒവ്യൂള് മാത്രമേ കാണുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പടങ്ങൾ വരയ്ക്കുക, വെറുതെ എഴുതി പോകാതെ നിങ്ങൾ ഇതിൻ്റെ ഡയഗ്രാംസ് വരയ്ക്കുക, അടയാളപ്പെടുത്തുക. ഓക്കെ, ആൻഡ് എക്സാമ്പിൾസ് കൊണ്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം ഐഡൻറ്റിഫൈ ദ ഫാമിലി ഇങ്ങനെയും ചോദിക്കാം കേട്ടോ. ഐഡൻറ്റിഫൈ ദ ഫാമിലി, റൈറ്റ് ഡൗൺ എനി 2 ഫ്ലോറൽ ക്യാരക്ടേഴ്സ്. കണ്ടില്ലേ, ഇപ്പം നിങ്ങൾക്ക് ഫ്ലോറൽ ഫോർമുല അറിയില്ലെങ്കിൽ ഈ ഒരു ഉത്തരം എഴുതാൻ സാധിക്കില്ല, ഇത്രയും മാർക്ക് പോവും. ഓക്കെ, ഐഡൻറ്റിഫൈ ദ ഫാമിലി നമ്മൾ പറഞ്ഞു. ബ്രാക്ടിയേറ്റും പെരിയാന്തും ഒക്കെ വരുന്നത് ലാസ്റ്റ് നമ്മൾ പഠിച്ച ലിലിയേസിയ ഫാമിലിയിലാണ്. അപ്പോൾ ലിലിയേസിയ ഫാമിലിയുടെ ഫ്ലോറൽ ക്യാരക്ടേഴ്സ്, അതിൻ്റെ പെരിയാന്ത്, അതിനെക്കുറിച്ചൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുക, എക്സാമ്പിൾസ് വെച്ച് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. ജിതിനാണ് ചോദിച്ചത് ഫ്ലോറൽ ഫോർമുല ഇമ്പോർട്ടൻ്റ് ആണോ. കണ്ടില്ലേ, ഫ്ലോറൽ ഫോർമുല എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് നോക്കൂ. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ, മോർഫോളജിയുടെ ഈ ഒരു ക്ലാസ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് തോന്നുന്നു. ഇനി വീണ്ടും നമ്മൾ ക്ലാസ്സുകൾ ഇടുന്നതായിരിക്കും. മേജറായിട്ടുള്ള പോർഷൻസ് ഒക്കെ നമ്മൾ ഈ ഒരു ക്ലാസ്സുകളിലൂടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ക്ലാസ്സസ് കാണുക. ബാക്കിയുള്ള നിങ്ങളുടെ സയൻസ് ഒക്കെ പഠിക്കുന്ന ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആൻഡ് ഞാൻ ഒന്നും കൂടി ആദ്യം പറഞ്ഞതാണ്, ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് നാളെ ഫിസിക്സിൻ്റെ ചാപ്റ്റർ 8 and 9. ഓക്കെ, നാളെ കറക്റ്റ് 6 മണിക്ക് നിങ്ങൾ ലൈവിൽ വരിക. നിങ്ങളുടെ സയൻസ് പഠിക്കുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവരിലേക്കും ഷെയർ ചെയ്യുക ഇത്. ഓക്കെ, നമുക്ക് ഫുൾ മാർക്സ് വാങ്ങണ്ടേ. ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റുകളൊക്കെ ഇതുപോലെയുള്ള നല്ല നല്ല ക്ലാസ്സുകളിലൂടെ നമുക്ക് വളരെ സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഓക്കെ, ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.